to London. A very warm good evening to one and all. In this gorgeous evening, with great respect and profound regards, on behalf of Thoma Medical Mission, I would like to welcome you to this magnificent event where we are celebrating the Golden Jubilee of Thoma Medical Mission and the official inauguration of St. Thomas Carcinos Cancer Center. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ആതുര ശുശ്രൂഷ വിഭാഗമായ മാർത്തോമ മെഡിക്കൽ മിഷൻ അതിൻ്റെ പ്രവർത്തനത്തിൽ 50 വർഷം പിന്നിടുകയാണ്. സുവർണ ജൂബിലിയുടെ നിറവിൽ നിൽക്കുന്ന സ്ഥാപനം കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് സംഗതമായ ശുശ്രൂഷ നിർവഹിക്കുന്നതിൽ മുൻപന്തിയിലാണ്. ക്രിസ്തു സ്നേഹത്തിൽ ഊന്നി സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയ ആതുര ശുശ്രൂഷ മാർത്തോമ മെഡിക്കൽ മിഷൻ്റെ മുഖമുദ്രയാണ്. മലങ്കര സഭയുടെ സുവിശേഷ വെളിച്ചവും നവീകരണ ദർശനവും സാമൂഹ്യ പ്രതിബദ്ധതയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒരു കൂട്ടം ഡോക്ടർമാരും അനുബന്ധ പ്രവർത്തകരും സ്വതന്ത്രാനന്തര കാലഘട്ടത്തിൽ ആരംഭിച്ച ചെറിയ സംരംഭമാണ് ഇന്ന് വളർന്ന് പന്തലിച്ച്
സമൂഹത്തിലെ ഉന്നത ശ്രേണിയിലുള്ള ആശുപത്രികളോടൊപ്പം എത്തി നിൽക്കുന്നത്. കുമ്പനാട് മാർ ക്രിസോസ്റ്റം ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റൽ, കറ്റാനം സെൻറ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ, ചുങ്കത്തറ മാർത്തോമ മിഷൻ ഹോസ്പിറ്റൽ ഇവയാണ് മാർത്തോമ മെഡിക്കൽ മിഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രധാന ആശുപത്രികൾ. മാർത്തോമ മെഡിക്കൽ മിഷന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി മാർത്തോമ മിഷൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിൽ എത്തത്തക്കവണ്ണം 1 വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളും മറ്റു നൂതന പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു വരികയാണ്. Yes, Marthoma Medical Mission, the emergency ministry wing of Malankara Marthoma Syrian Church, is celebrating its Golden Jubilee. Marthoma Medical Mission and various institutions working under it have been able to realize the challenges of times and provide comprehensive service in the last 5 decades. Marthoma Medical Mission's hallmark is the urgent service with a focus in Christ's love and social responsibility. Taking the evangelical light, reforming vision and social commitment of Malankara Sabha close to their heart, a few doctors and allied workers started a small beginning and made it to grow into a high-ranking hospital in the society. ഇന്ന് മാർത്തോമ മെഡിക്കൽ മിഷന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനവും അതോടൊപ്പം സെന്റ് തോമസ് കാർക്കിനോസ് ക്യാൻസർ സെന്ററിന്റെ ഔപചാരിക ഉദ്ഘാടനവും നിർവഹിക്കപ്പെടുകയാണ്. ഈ സമ്മേളനത്തിലേക്ക് ഏവരെയും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ ദ മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ തിയോഡീഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീറ്റനാണ്. അദ്ദേഹത്തിന്റെ അനുവാദത്തോടുകൂടി യോഗ നടപടികൾ ആരംഭിക്കുന്നു. Prayer is talking to God Almighty, the creator of whole universe. Let's start this event with the presence of God. For the prayer song, I invite students of St. Thomas College of Nursing, and it will be followed by an opening prayer by Right Reverend Dr. Thomas Martitos, Episcopa of Kunnangulam Malabar Diocese and Chairman of Chungathara Marthoma Mission Hospital. I request all to rise for the prayer. ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശുക്രിസ്തുവും നബിയല്ലാഹുവും എല്ലാം ഏകമാണെന്ന വേദാന്തം ഞങ്ങളിൽ തീർത്ഥമാക്കണം. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഏകണേ ഞങ്ങൾക്കെപ്പോഴും. ഈ മഹാപ്രപഞ്ചത്തെ പാപത്തിൻ്റെ അണുബാധ കൂടാതെ സൃഷ്ടിച്ച് അതിൻ്റെ പൂർണ്ണതയിലേക്ക് വരുത്തിയ സൃഷ്ടിതാവും പരിപാലകനുമായ ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ സ്വാർത്ഥതയുടെ പാപം മൂലം ഈ ലോകത്തെ ഞങ്ങൾ പാപപങ്കുലമാക്കി ആ ലോകത്തെ രക്ഷിക്കുവാൻ അവിടുത്തെ ദിവ്യ സ്നേഹത്താൽ
പാപമില്ലാത്ത അവിടുത്തെ ഏകപുത്രനെ ലോകത്തിലേക്ക് അയച്ച് അതിനെ രക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ആ മഹത്തായ രൂപാന്തരത്തിൻ്റെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയിൽ സഭയിലൂടെ അവിടുന്ന് നിർവഹിക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായും വിശേഷാൽ ആതുര ശുശ്രൂഷകൾക്കായും ഞങ്ങൾ തന്നെ സ്തുതിക്കുന്നു. അവിടുന്ന് ഈ ലോകത്തിൽ പ്രവർത്തിച്ച നാളുകളിൽ ഏറ്റവും അധികം സമയം ചെലവഴിച്ചത് സൗഖ്യദായക ശുശ്രൂഷയാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. അതിൻ്റെ തുടർച്ചയായി നിർവഹിക്കപ്പെടുന്ന ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അതിന് സഹായകരമായി ഞങ്ങളുടെ മെഡിക്കൽ മിഷൻ്റെ പ്രവർത്തനങ്ങൾ 50 വർഷം മുമ്പ് ആരംഭിക്കുന്നതിന് സഹായിച്ചു. അതിൻ്റെ 50ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ഈ സന്തോഷ സമയത്ത് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ രൂപവും ഭാവവും വിസ്തൃതിയും നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് പല രീതിയിൽ ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ടാറ്റ ഹോസ്പിറ്റലുമായിട്ടുള്ള ബന്ധത്തിൽ നിർവഹിക്കുന്ന പാലിയേറ്റീവിൻ്റെ പ്രത്യേകമായ ശുശ്രൂഷകളെ കൂടുതൽ വ്യാപകമാക്കുവാനുള്ള സാഹചര്യങ്ങളെയും ഞങ്ങൾക്ക് നൽകണം. ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് മാഡം ഞങ്ങളുടെ കൂടെ സംബന്ധിക്കുന്നു. കേരളത്തിലെ ജനത്തിനും പൊതുസമൂഹത്തിനും അനുഗ്രഹീതമായ എല്ലാ സേവനങ്ങളും ചെയ്യുവാൻ നിന്റെ മകളിലൂടെ കൂടുതൽ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളുടെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഞങ്ങളുടെ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് വേണ്ടിയും ഈ ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ പൗലോസ് തിരുമേനിക്ക് വേണ്ടിയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഡോക്ടേഴ്സ്, സഹപ്രവർത്തകർ, പഠിക്കുന്നവർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും അനുഗ്രഹിച്ച് ഈ ശുശ്രൂഷ, ഈ മീറ്റിംഗ് ഏറ്റവും ധന്യമാക്കണമെന്ന് യേശുരക്ഷകൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കരുണയോടെ കേൾക്കണമേ. ആമേൻ. Thank you, Tirumeni. മാർത്തോമ മെഡിക്കൽ മിഷന്റെ സെക്രട്ടറിയും കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിന്റെ സൂപ്രണ്ടന്റും ആയി പ്രവർത്തിക്കുന്ന റവറൻ ഷിബു സാമുവൽ ബഹുമാനപ്പെട്ട അച്ഛനെ സ്വാഗത പ്രസംഗത്തിനായി വളരെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ, മാർത്തോമ മെഡിക്കൽ മിഷന്റെ പ്രസിഡന്റ് അഭിനന്ദ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, സമാധിരായ തിരുമേനിമാർ, കേരളത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രി, ധനകാര്യവകുപ്പ് മന്ത്രി, റെസ്പെക്റ്റഡ് ഡോക്ടർ പങ്കജ് ചതുർവേദി, Dr. Moni Abraham Kyriakos, dignitaries on the dais, my dear agents, doctors, and my dear friends. The World Health Assembly in 1977 defined its goal as the main social goal of governments and World Health Organization is, in the coming decades, should be the attainment by all citizens of the world of level of health that will permit them to lead socially and economically productive life. We live in a broken society, a world broken by injustice, exploitation, and ill health. Families and people are broken. Jesus came to heal the brokenness. The aim of the Marthoma Medical Mission, the medical mission wing of the Marthoma Syrian Church of Malabar, also is Health for All. The Marthoma Medical Mission is actively involved in the Ministry of Healing since 1971 as a registered society. ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞ് സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് ചുവൽ കൊടുപ്പാൻ കഴിഞ്ഞ 5 പതിറ്റാണ്ട് മാർത്തോമ മെഡിക്കൽ മിഷനും അതിന് കീഴിൽ പ്രവർത്തിക്കുന്ന വിവിധ ആശുപത്രികൾക്കും കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷകരമായ അനുഭവമാണ്. കൃത്യതയാർന്ന രോഗനിർണയം, ഏവർക്കും
പ്രാപ്യമായ ചിലവ് കുറഞ്ഞ ചികിത്സ, വളരെ ഹൃദ്യമായ രോഗി പരിചരണം, ഇവയൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ ചിലതാണ്. നമ്മുടെ ആതുരാലയങ്ങളെല്ലാം ലാഭേച്ഛ കൂടാതെ പരമാവധി സമൂഹത്തിൻ്റെ താഴെത്തട്ടിലുള്ള ആളുകളെ ലക്ഷ്യം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. സ്വാതന്ത്ര്യ ഭാരതത്തിലെ ഗ്രാമാന്തരങ്ങളാണ് നമ്മുടെ സ്ഥാപനങ്ങൾ പിതാക്കന്മാർ ദർശനപൂർവം ത്യാഗമായി സ്ഥാപിച്ചത്. കേരളത്തിലെ ഗ്രാമങ്ങളിലും വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും മറ്റ് യാതൊരു വൈദ്യ ശുശ്രൂഷ സംവിധാനവും ലഭ്യമാകാതിരുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ സഭയിലെ പിതാക്കന്മാർ, പ്രത്യേകിച്ച് മെഡിക്കൽ മിഷൻ ഡോക്ടർമാർ ആ സ്ഥലങ്ങളിൽ പോയി ഹോസ്പിറ്റലുകളും ക്ലിനിക്കുകളും ആരംഭിക്കുകയും ആതുര ശുശ്രൂഷ രംഗത്ത് തങ്ങളുടേതായുള്ള വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു. ദീർഘദർശികളായ നമ്മുടെ പിതാക്കന്മാരുടെ ദർശനവും അവരോടൊപ്പം പ്രവർത്തിച്ച ആളുകളുടെ ത്യാഗവും അവരോടൊപ്പം കൂടി അധ്വാനിച്ച പട്ടക്കാരുടെയും ആത്മായ നേതാക്കന്മാരുടെയും പങ്കാളിത്തവും നമ്മുടെ മെഡിക്കൽ മിഷൻ്റെ വളർച്ചയ്ക്ക് ഏറെ സഹായകരമായിട്ടുണ്ട്. പേര് പറയാനാണെങ്കിൽ ഒരുപാട് ആളുകളുണ്ട്. യൂഹാനാൻ മാർത്തോമ മുതൽ ജോസഫ് മാർത്തോമ വരെയുള്ള അഭിനന്ദ മെത്രാപ്പൊലീത്തമാർ, സഭയിലെ എപ്പിസ്കോപ്പമാർ, പട്ടത്ത സമൂഹം, എണ്ണിയാലൊടുങ്ങാത്ത ആതുര ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സ്, ഇവരെയെല്ലാം സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആമുഖ പ്രസംഗത്തിലേക്ക് കേൾക്കട്ടെ. കുമ്പനാട് ഫെലോഷിപ്പ് മാർ ക്രിസോസ്റ്റം ഹോസ്പിറ്റൽ 1944 സ്ഥാപിതമായി. കറ്റാനം സെന്റ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ 1947 സ്ഥാപിതമായി. ചുങ്കത്തറ മാർത്തോമ മിഷൻ ഹോസ്പിറ്റൽ 1966 സ്ഥാപിതമായി. ഇപ്പോൾ മാർത്തോമ മെഡിക്കൽ മിഷന് കീഴിൽ ഈ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലുകളാണ് പ്രവർത്തിക്കുന്നത് എന്ന ഏറെ സന്തോഷകരമായ അനുഭവമാണ്. ആശുപത്രികളോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിലും മെഡിക്കൽ മിഷൻ അതിൻ്റെ ശ്രദ്ധ പതിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയത്തക്കാണ്. ഈ ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസി, നമ്മളിവിടെ കൂടുന്ന ഈ സ്ഥാപനം, ഫാർമസി ആൻഡ് സയൻസ് ആൻഡ് റിസർച്ച്, ഡി ഫാം കോഴ്സുകൾ ഇവിടെ നടക്കുന്നു. സെന്റ് തോമസ് കോളേജ് ഓഫ് നഴ്സിംഗ് കറ്റാനം BSc MSc നഴ്സിംഗ് കോഴ്സുകൾ, സെന്റ് തോമസ് സ്കൂൾ ഓഫ് നഴ്സിംഗ് GNM ANM കോഴ്സുകൾ, DMLT ഡിപ്ലോമ ഇൻ ലാബ് ടെക്നീഷ്യൻ. അതോടൊപ്പം വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ്, ലൂധിയാന മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിൽ സഭയേറെ ശ്രദ്ധേയമാണ്. ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങൾ, മാർത്തോമ മെഡിക്കൽ മിഷന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകളിലും സമൂഹങ്ങളിലും എത്തത്തക്ക വിധത്തിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ക്രമീകരണങ്ങൾ ചെയ്തു വരുന്നു. ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ മലങ്കര മാർത്തോമ സഭയുടെ 22ാമത് മെത്രാപ്പൊലീത്ത, അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും ഉദാത്ത ആൾരൂപം. കർമ്മനിരതവും കൃത്യതയുമായ ജീവിതം, ക്രമീകൃതവുമായ ജീവിതം, സുതാര്യവും സുശക്തവുമായ നേതൃത്വം ഈ നാളുകളിൽ അഭിനന്ദ തിരുമേനിലൂടെ സഭയ്ക്ക് ലഭിക്കുന്നു. മെഡിക്കൽ മിഷന്റെ സാരഥി എന്ന നിലയിൽ തിരുമേനിയുടെ ദർശനങ്ങളും തീരുമാനങ്ങളും പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയ വളർച്ച ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. അഭിനന്ദ തിരുമേനിയെ ഏറെ ബഹുമാനപുരസ്സരം ഈ മീറ്റിംഗിലേക്ക് ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഹാർദവമായി സ്നേഹപൂർവ്വം ബഹുമാനപുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കഥകളികളുടെ ഈറ്റിനമായ കൊട്ടാരക്കരയുടെ നിയമസഭാ സാമാജികനും കേരള സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ ശ്രീ KN ബാലഗോപാൽ അവർകളാണ്. സാറ് കൊട്ടാരക്കര കഴിഞ്ഞു എന്ന് എന്നെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു. അധികം താമസിയാതെ സാറ് വന്നെത്തും. മേപ്പൽകുട്ടി ഹോസ്പിറ്റലുമായി ഏറെ വൈകാരികമായ ബന്ധം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകളും അദ്ദേഹം എടുത്തു പറയാറുണ്ട്. കാരണം ഈ ആശുപത്രിയിലാണ് അദ്ദേഹം ജനിച്ചത്. ഖജനാവിൻ്റെ കാര്യസ്ഥൻ, കൃത്യതയോടും വളച്ചുകെട്ടലില്ലാതെയും കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഏറെ സമർത്ഥൻ. വിനീപത്സരം അദ്ദേഹത്തിൻ്റെ അഭാവത്തിലും ഈ സമ്മേളനത്തിലേക്ക് അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. മിനിസ്റ്റർ വീണ ജോർജ്, അധ്യാപിക, മാധ്യമ പ്രവർത്തക, രാഷ്ട്രീയ പ്രവർത്തനം
എല്ലാം വളരെ മെയ്വഴക്കത്തോടെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ സഭയുടെ ഒരു സുഹൃത്ത്. കോവിഡാനന്തര പശ്ചാത്തലത്തിൽ കേരള സമൂഹത്തിന് മുഴുവൻ ആരോഗ്യം പരിരക്ഷയും കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രിയിലാണ്. ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായി ഒരു പുതിയ ചുവടുവയ്പ് സെൻറ് തോമസ് കരിക്കിനോസ് സെൻറ്റർ എന്ന പേരിൽ ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. സമൂഹത്തിലെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പറ്റം ചികിത്സാ രീതികളാണ് ഇവിടെ ആരംഭിക്കുന്നത്. ക്യാൻസർ ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയമാണ്, പണം. എന്നാൽ എല്ലാവർക്കും അഫോർഡബിളായുള്ള രീതിയിൽ പ്രാപ്യമായ നിലയിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ക്യാൻസർ സെൻ്ററാണ് ഇവിടെ ഇന്ന് ആരംഭിക്കുന്നത്. ഈ സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രിയെ ഏറെ സന്തോഷത്തോടെ വിനയപൂർവ്വം അഭിനന്ദി മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പേരിൽ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ വിവിധ ആശുപത്രികൾക്ക് നേതൃത്വം നൽകുന്നത് നമ്മുടെ അഭിമന്യ തിരുമേനിമാരാണ്. ഓരോ ഹോസ്പിറ്റലുടെയും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചെയർമാൻമാർ എന്ന നിലയിൽ ധന്യമായ നേതൃത്വം നമ്മുടെ തിരുമേനിമാർ നൽകുന്നു. ആശുപത്രികളുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് വേണ്ടതായ ആലോചനകളും നിർദ്ദേശങ്ങളും നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു. കുമ്പനാട് മാർക്കസോസം മെമ്മോറിയൽ ഫെലോഷിപ്പ് മിഷൻ ഹോസ്പിറ്റലിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ അഭിനന്ദ തോമസ് മാത്യുമത്യോസ് തിരുമേനിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വം ഹോസ്പിറ്റലിൻ്റെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും വളർച്ചയ്ക്ക് ഉതകുന്നു. പ്രഭാതത്തിൽ നടന്ന മെഡിക്കൽ മിഷൻ ബോർഡിൻ്റെ മീറ്റിങ്ങിലും തിരുമേനിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഭദ്രാസനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രോഗ്രാമിൽ സംബന്ധിക്കുന്നതുകൊണ്ട് തിരുമേനി ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്നില്ല. പ്രിയപ്പെട്ട തിരുമേനിയുടെ അഭാവത്തിലും വിനയപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നുള്ളൂ. അഭിനന്ദ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയാണ് ഈ മീറ്റിങ്ങിൻ്റെ ആതിഥേയൻ. ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ആതിഥേയം അള്ളുന്ന ഈ ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ, ഈ ഹോസ്പിറ്റലിൻ്റെ HSCയുടെ ചെയർമാൻ, ഗോൾഡൻ ജൂബിലി ലോഗോ പ്രകാശനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുന്നു. കർമ്മോത്സുകനായ WCCയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ അഭിനന്ദ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയെ ഏറെ വിനയപുരസ്സരം ഈ മീറ്റിങ്ങിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കുന്നുംകളം മലബാർ ഭദ്രാസനത്തെ അധ്യക്ഷൻ, ചുങ്കത്തറ മാർത്തോമ മിഷൻ ഹോസ്പിറ്റലിലെ ചെയർമാൻ അഭിനന്ദ ഡോക്ടർ തോമസ് മാത്യുമത്യോസ് തിരുമേനി ഇന്ന് പ്രാരംഭ പ്രാർത്ഥന നൽകി നമ്മെ അനുഗ്രഹിച്ചു. ശാന്തമായി കാര്യങ്ങൾ പഠിച്ച് തീരുമാനം എടുക്കുന്ന തിരുമേനി ഏറെ സന്തോഷത്തോടെ ഈ മീറ്റിങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യട്ടെ. Today we have with us respected Dr. Pankaj Chaturvedi, Deputy Director of Center for Cancer Epidemiology at Tata Memorial Center, Mumbai. It is our greatest privilege to have Dr. Pankaj Chaturvedi with us and deliver today's keynote address. He is recognized as one of the best head and neck cancer surgeons. He is also one of the few Indians in the list of top 2% scientists in the world. We are humbled by the presence of Dr. Pankaj Chaturvedi in this Golden Jubilee celebrations of the Marthoma Medical Mission. He is the person behind Say No to Tobacco campaign conducted across India. It was his determined effort to stop tobacco smoking by Indians that made additions of task of smoking pictures which appears on cancer packets to have people quit smoking. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിഗരറ്റ് പാക്കറ്റ് കണ്ടത്. ആ സിഗരറ്റ് പാക്കറ്റ് കണ്ടാൽ ആർക്കും വലിക്കാൻ പിന്നെ തോന്നത്തില്ല. അതിൻ്റെ പിന്നിൽ ഏറെ അധ്വാനിച്ചത് ഡോക്ടർ പങ്കജ് ചതുർവേദിയാണ്. Further, it was the effect of Dr. Chaturvedi that Government of India banned pan masala and gutka. And now it is our privilege that Dr. Chaturvedi is supporting Marthoma Medical Mission of the Marthoma Church in our cancer-related projects and also pain and palliative programs. He is the main source of all support we are receiving in the betterment of our cancer care project through Tata Memorial Center, Doctors for You and Caricanos. We admire and extend our heartfelt gratitude to all the sincere efforts of Dr. Chaturvedi and his team undertaking in this partnership.
We look forward for the future endeavors with Tata Memorial Hospital. I kindly once again extend our warm greetings and welcome to respected Dr. Chaturvedi. I'm very happy to announce today our registration with the National Cancer Grid was successfully completed. Thank you, sir, once again for your efforts and congratulations. Sir, please extend our gratitude to your Badwe Saab and also your team in DMC. ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായി ഈ ക്യാമ്പസിൽ ആരംഭിക്കുന്ന സെൻറ് തോമസ് ക്യാൻസർ സെൻ്ററിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി കരിക്കിനോസ് എന്ന NGOയുടെ ഹെൽത്ത് ഡയറക്ടറായ മെഡിക്കൽ ഡയറക്ടറായ ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസാണ്. ഫോർമർ RCC കൊച്ചിയുടെ ഡയറക്ടർ. ഒരു വൈദിക കുടുംബത്തിൽ ജനിച്ചതിൻ്റെതായിട്ടുള്ള എല്ലാ സിംപ്ലിസിറ്റിയും ലാളിത്യവും സാറിൻ്റെ ജീവിതത്തിൽ ദർശിക്കുന്നു. കുര്യാക്കോസ് സാറിൻ്റെ ആത്മാർത്ഥത ഞങ്ങൾ ഏറെ വിലമതിക്കുന്നു. ഡോക്ടർ മോനിയോടൊപ്പം ഡോക്ടർ രാംദാസ് ഉൾപ്പെടുന്ന ഒരു ടീം കഴിഞ്ഞ ഒരു വർഷമായി ഈ പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി ഏറെ അധ്വാനിച്ചു. പലതരത്തിലുള്ള വിസിറ്റുകൾ, പല മീറ്റിങ്ങുകൾ. ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസിനെയും ടീമിനെയും ഏറെ സന്തോഷത്തോടെ അഭിനന്ദ മെത്രാപ്പൊലീത്ത എനിക്ക് വേണ്ടി സഹർഷം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. റവറൻ CV സൈമൺ, ദ മെഡിക്കൽ മിഷൻ ബോർഡിൻ്റെ ട്രഷററും മാർത്തോമ സഭാ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട CV സൈമൺ അച്ഛൻ്റെ ആലോചന കൊണ്ടും സാന്നിധ്യം കൊണ്ടും ഈ മീറ്റിങ്ങിനെ ധന്യമാക്കുന്നു. മാർത്തോമ സഭയെ പ്രതികരിച്ച് ആശംസകൾ അറിയിക്കുന്ന സഭാ സെക്രട്ടറി ബഹുമാനപ്പെട്ട CV സൈമൺ അച്ഛനെ ഏറെ വിനയപൂർവ്വം മെത്രാപ്പൊലീത്ത തിരുമേനിക്ക് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സെൻറ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്ന ഭരണിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ കെ അവർകൾ നമ്മുടെ ആശുപത്രിയുടെ അഭ്യുതകാംക്ഷയാണ്. ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ വാർഡിൻ്റെ പ്രതിനിധി അമൽ രാജ് ഏറെ നമ്മെ കരുതുകയും എല്ലാ പരിപാടികളും ഊർജ്ജസ്വലതയോടെ പങ്കെടുക്കുകയും ചെയ്യുന്ന യുവ നേതാവ്, ഹൃദയപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം. നമ്മുടെ വികാരി ജനറൽ ബഹുമാനപ്പെട്ട റവറൻ TK മാത്യു അച്ഛൻ ഈ ഹോസ്പിറ്റൽ HAC മെമ്പർ, ഗോൾഡൻ ജൂബിലി കമ്മിറ്റിയുടെ വൈസ് ചെയർമാൻ എന്നീ നിലകളിൽ ഏറെ സഹായങ്ങൾ ചെയ്യുന്നു. അച്ഛൻ്റെ ആലോചനയ്ക്കും നേതൃത്വം നന്ദി, ഹൃദയപൂർവ്വം സ്വാഗതം. സഭയുടെ സീനിയർ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോർജ് മാതി അച്ഛൻ്റെ സാന്നിധ്യത്തിനും നേതൃത്വത്തിനും സന്തോഷം, ഏറെ ഹൃദയപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മെഡിക്കൽ മിഷൻ ബോർഡിനെ പ്രതിനിധീകരിച്ച് ഇന്ന് ഈ മീറ്റിംഗിൽ സംബന്ധിക്കുകയും ഗോൾഡൻ ജൂബിലി പ്രോജക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ ജോൺ എബ്രഹാം സാറിനെ അഭിനന്ദന മെത്രാപ്പൊലീത്ത തിരുമേനിയുടെ പേരിൽ ഈ മീറ്റിംഗിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. മെഡിക്കൽ മിഷന്റെ മുൻ സെക്രട്ടറിമാർ, ഹോസ്പിറ്റൽ മുൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, മാർത്തോമ മെഡിക്കൽ മിഷൻ ബോർഡ് അംഗങ്ങൾ, നിങ്ങളുടെ ആലോചനയും നേതൃത്വത്തിനും നന്ദി, സ്വാഗതം ചെയ്യുന്നു. മെഡിക്കൽ മിഷൻ ബോർഡിൻ്റെ ജനറൽ ബോഡി മെമ്പേഴ്സ്, സഭാ കൗൺസിൽ മെമ്പേഴ്സ്, മുൻ സഭാ കൗൺസിൽ മെമ്പേഴ്സ്, ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സ്, മുൻ ഭദ്രാസന കൗൺസിൽ മെമ്പേഴ്സ്, ഏവർക്കും സ്വാഗതം. ദൂരെ നിന്നും സമീപത്തു നിന്നും വന്നിട്ടുള്ള പ്രിയപ്പെട്ട അച്ഛന്മാരെ ഏവരെയും ഹൃദയപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ ജോൺസൺ ലൂക്കോസ്, ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, ടാറ്റ മെമ്മോറിയൽ സെൻറ്റർ, മുംബൈ, ഏറെ നന്ദിയുണ്ട്. സഭയുടെ ആതുര ശുശ്രൂഷ രംഗം വളരണം എന്ന ആഗ്രഹത്തോടെ നമ്മെ സഹായിക്കുന്ന നമ്മുടെ സഭയുടെ അംഗം ഏറെ ഹൃദയപൂർവ്വം അഭിനന്ദന തിരുമേനിക്ക് വേണ്ടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ 3 ഹോസ്പിറ്റലുകളുടെയും അഡ്മിനിസ്ട്രേറ്റേഴ്സ്, ബഹുമാനപ്പെട്ട തോമസ് ജോൺ ഇലന്തൂർ, കുമനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ബഹുമാനപ്പെട്ട S ജോർജ് അച്ഛൻ, ചുങ്കത്തറ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, ബഹുമാനപ്പെട്ട MB സോളമൻ അച്ഛൻ, ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ, അതോടൊപ്പം തന്നെ ഈ മീറ്റിംഗിൻ്റെ കൺവീനർ, ഇവരെ കൂടാതെ ഹോസ്പിറ്റൽ ട്രഷറേഴ്സ്, HAC അംഗങ്ങൾ, ഹോസ്പിറ്റൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. വിവിധ മാധ്യമ പ്രവർത്തകർ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്നു, ഏവർക്കും സ്വാഗതം. കൂടാതെ ഓൺലൈനായി ഈ സമ്മേളനം സംപ്രേഷണം ചെയ്യുന്ന Dsmcക്കും പ്രവർത്തകർക്കും ഹൃദയപൂർവ്വം സ്വാഗതം.
ഹോസ്പിറ്റലിലെ പ്രിയപ്പെട്ട സ്റ്റാഫ് അംഗങ്ങൾ, ഡോക്ടേഴ്സ്, നിങ്ങളാണ് ഞങ്ങളുടെ ബാക്ക് ബോൺ. ത്യാഗപൂർവം നമ്മുടെ വിവിധ ഹോസ്പിറ്റലുകളിൽ, പേര് പറയാതെയുള്ള മാർത്തോമാ സഭയുടെ അനേകമായ ക്ലിനിക്കുകളിൽ, സാധാരണ ഹോസ്പിറ്റലുകളിൽ ഒക്കെ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ ഡോക്ടർമാരെയും സ്റ്റാഫ് അംഗങ്ങളെയും പാരാമെഡിക്കൽ സ്റ്റാഫിനെയും സല്യൂട്ട് ചെയ്യുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഹൃദയപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വിവിധ കോളേജുകളിലും സ്കൂളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അധ്യാപകർ, ഈ ക്യാമ്പസ് ഇങ്ങനെ നമുക്കൊരു വേദിയായി നൽകി ഒരുക്കി തന്ന എല്ലാവർക്കും സ്വാഗതം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Achan. In this beautiful and blessed evening, we are even more blessed to have His Grace, the Most Reverend Dr. Theodosius Marthoma Metropolitan, the Supreme Head of Malangara Marthoma Syrian Church and the President of Marthoma Medical Mission, to preside over the function. His Grace, Most Reverend Dr. Theodosius Marthoma Metropolitan, was installed as the 22nd Marthoma Metropolitan with the title Theodosius Marthoma Metropolitan. His grace is far beyond what words can express. He is a spiritual leader, compassionate at heart, and a wonderful team man. He retained his lovableness, humility, and simplicity. He is acceptable to all people, irrespective of religious commitment. With great joy and all due respect, we humbly request His Excellency, Most Reverend Dr. Theodosius Marthoma Metropolitan, to deliver the presidential address. Triyaga Devatane Stuti. Respected Dr. Abraham Apollos Trimeni, respected Dr. Thomas Mathitos Trimeni, Honorable Health Minister Srimadi Veena George, we are respecting Honorable Finance Minister Sri K.N. Balagopal at any point of time, Dr. Pankaj Chaturvedi, Deputy Director of Tata Memorial Center, Mumbai, Dr. Moni Abraham Griakos, Medical Director, Karikinos Health Center, Dr. Ram Das, Mr. Johnson from Bombay, Sabha Secretary, Vicar Generals, all the clergy, dignitaries on and off the dais, medical doctors, students, teachers, parents, and all friends. It gives me great joy to preside over this function where we are celebrating the Golden Jubilee of the Marthoma Medical Mission. Medical Mission, as we all know, is one of the important ministries of the Marthoma Syrian Church of Malabar. This ministry was launched with the vision of serving the poor and making the medical service more available and affordable to the deserving people. As a result, the church started hospitals in Kumbanad, Katanam, and Chingatara. The main focus was to begin the hospitals in places where medical facilities were not available at that time. Down through the history, we have proved that these hospitals have expanded medical facilities to the needy and the unreached in several places. Now all these hospitals are developing further as we celebrate the Golden Jubilee of the Marthoma Medical Mission, under which all these hospitals are functioning. All these hospitals are developing further. The members of the church and also the members of the total society around are owning these hospitals, supporting them by all means, and they all want to see that these hospitals function properly and will reach out to the people who are unreached. Kumbanad Medical Mission Hospital is now renamed as Mar Chrysostom Medical Hospital, as it is in that vicinity that Tirumani had his life
and it is in the same hospital that the remaining breath is lost. We are making an effort to expand the facilities of that hospital by constructing a new medical ward. The medical hospital at Chungatra has expanded its facilities and is looking forward for further development with constructing more quarters for the medical doctors and also opening a new surgical ward. We are now here at the Mahatma Medical Mission Hospital, Kattanam. It is fondly called as Mapulaseri Hospital. The medical mission is celebrating its 50th anniversary, and we have all assembled here to join with the medical mission to praise God for all the blessings He has showered upon us, and also to look up to God for leading us further, and to see that in and through all the activities that we have in the various hospitals at various places, we will bring honor and glory to the great name of God, and also prove to be a source of blessing to humanity as a whole in the total area in and around the hospitals. This hospital is spreading its wings to care for the cancer patients and also terminally ill members of our society. Today we are glad that we are going to have the inauguration of this facility by our Honorable Health Minister of the State, Srimati Veena George, and the Honorable Finance Minister, Sri K.N. Balagomal, will be inaugurating the Golden Jubilee function of the Mahatma Medical Mission. Minister will be a little bit late, but then whenever he is coming, he will be inaugurating the Golden Jubilee celebration, and Srimati Veena George, the Honorable Health Minister, will be inaugurating the ministry to the cancer patients and to the terminally ill. We are happy that both the ministers are here today. As it is already announced, Honorable Finance Minister is born in this hospital, and therefore he is looking forward to reach here at any point of time, and he wants to be here. And we are glad that he has accepted our invitation to join us and to inaugurate the Golden Jubilee function. Srimati Veena George is not a person who stands at a distance. She is a friend of the Mahatma Church all through, and she is there in all the functions wherever we invite her. She is more concentrating on Pathanamthitta district, we know all, but at the same time, whenever the community is inviting her, she is very happy to accept our invitation and to be here. And her presence here today is very, very important. I say it because we are starting a new cancer unit over here. And it is our dream that in starting this cancer unit, we will get all the support from the Kerala state, which is at the point of her pen, because she is the finance minister. And then it is also our dream to bring together all the medical facilities that we have under the Mahatma Medical Mission, so that the treatment to the cancer patient, wherever they are in Kerala, they'll be able to get this treatment in one way or the other. There are more things to be done to carry out this ministry as a teamwork, because it affects humanity. And we very well know that once we know that I or you, we have cancer, there's a trauma experience through which we'll be shaken. And it is very difficult to come out of it. And then the question of getting the proper treatment, proper doctors, proper diagnosis,
proper treatment, and also in an affordable way. And that is where the Mahatma Medical Mission is concentrating, how to make it more affordable to the people, particularly people who are on the margins, people who have no one to support. I am pretty sure that the Mahatma Medical Mission will be able to speak to the whole world that once you connect yourself with the medical facility that we are starting here at Katanam, and the palliative care units that we'll be having at several places. For example, already we have one in Kottarakara Jubilee Mandiram, and another is on its way at Sreyas in Changanu, and there are other facilities that are available in the neighborhood and at distant places. It is my hope and aspiration that we'll be able to link all these facilities in such a manner that the people who come over here, they will smile that they are here. And to see the smile on the face of the people whom we call as cancer patients, that will give joy to our hearts. And let us take away all the anxieties from the hearts of people who, in God's way, hear about their illness in one way or the other. They will understand that the facility that we give through Mahatma Medical Mission and through the hospitals will certainly relieve them from all pain and all anxieties. And putting that smile on the face of the people will be our ministry. And let that ministry flower and make fruit in the years to come. I wish all God's blessings in the Golden Jubilee celebration of the Mahatma Medical Mission and the function that we are going to have today. Thank you, Tirumeni, for the inspiring and graceful words. ആരോഗ്യ മേഖലയിൽ സുദീർഘമായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ജോൺ എബ്രഹാം CMC ലുധിയാനയിൽ പ്രിൻസിപ്പളായും മെഡിക്കൽ സൂപ്രണ്ടായും ദീർഘകാലയളവിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം ബിലീവേഴ്സ് മെഡിക്കൽ കോളേജ്, പുഷ്പഗിരി മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലും പ്രിൻസിപ്പളായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. കറ്റാനം മെഡിക്കൽ മിഷന്റെ മെഡിക്കൽ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ മെഡിക്കൽ മിഷൻ ബോർഡ് മെമ്പറായും HAC മെമ്പറായും സേവനം അനുഷ്ഠിക്കുന്ന ഡോക്ടർ ജോൺ എബ്രഹാം സാറിനെ മെഡിക്കൽ മിഷന്റെ ജൂബിലി പ്രോജക്റ്റ് അവതരണത്തിനായി വളരെ സ്നേഹത്തോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. Most respected Marthama Metropolitan Tirumeni, other revered bishops, Honorable Minister, distinguished doctors from Tata Memorial Center, Mumbai and Kakino's Healthcare, respected clergy, representatives of local administrative bodies, distinguished guests, members of the press and media, ladies and gentlemen. It gives me great pleasure and honor to present before you a brief note on the Golden Jubilee projects of the Mahatma Medical Mission on behalf of its president, the Metropolitan Tirumeni, and the Mahatma Medical Mission Board. The Mahatma Medical Mission history has already been narrated here. It's worth to note that the actual medical healthcare facilities and services have started much before the Mahatma Medical Mission came into existence in its present format. Kumbarad Hospital was established in 1944. Katanam is entering its Platinum Jubilee year. But the Mahatma Medical Mission came into its own in the present form in 1971. The exact date was 29 January 1971 when the church got the registration certificate from the registrar of the Society Travancore Cochin Literary and Scientific and Charitable Society. So if you look at that, the actual Golden Jubilee should have fallen in 2021. But unfortunately, because of the COVID pandemic, we were not in a position to celebrate the event, not even gather
like this. So we had no choice but to postpone this. Though the time had passed, the board felt that it is necessary to recollect, remember, and give thanksgiving on this occasion and celebrate the Golden Jubilee as a year from November 2022 to 2023. So we're just briefly going through the projects. This can be divided into three phases. One is the events, second is the service projects, and third is the infrastructure, hospital development projects. The events will include the publication and release of a souvenir or a smaranika, which will give the history of the Thoma Medical Mission, its course during the last many years, and also recognize the past leaders and those who have given leadership in the formation of this healthcare mission. We plan to organize for the first time in a large scale a conclave of doctors, paramedical as well as nurses belonging to the Thoma Church, working not only in India, but we'd like to cooperate and bring together people who are working even outside India. So in the committees which we have formed, we have even people who are residing outside India. And this we plan to hold in different centers of Kerala, probably not just limited to the Travancore area, but maybe South Travancore as well as the Malabar area as well. We also plan to organize a career guidance course. Many students planning to go for healthcare, everybody is looking to become a doctor only. But there are a large number of other avenues which are available, which people probably are not aware of, or even if they are aware of, they are not very sure about how it is. So we thought that it will be nice that the church can provide a career guidance course, which will help the Thoma students in applying for these various courses which are available even in institutions like CMC Vellore and Ludhiana and other places. So a career guidance course which will be done, we plan to do this jointly with the youth wing of the Thoma Church, which is known as the Thoma Yuvajana. Now, the service projects which we plan to do are mainly two. One is dealing with dialysis patients, and the second is dealing with cataract surgeries, people who are going blind for various reasons. Now, we have the facilities to do dialysis in all the three hospitals which has been mentioned here, namely Kumbanad, Kattanam, and Chungatara. So we plan to identify 50 patients to commemorate the 50th year of medical mission and support their dialysis service, long-term, lifelong. If you think like that, you know that a terminally ill dialysis patient might require 2 or 3 dialysis per week, and then it goes on maybe for many years till they decide to have a transplant, and some of them probably, unfortunately, don't go through the transplant. So it's a big burden and expense on the family, and we provide assistance for that. 50 patients, and this dialysis will be done in different centers. The cataract surgeries, as of now, Kattanam has got a very well established eye surgery and eye department. So probably we plan to do that, concentrating here and in other centers as well. These two sections will account for this various service projects, one, and that probably a rough estimate that we calculated was approximately about 10 crores of rupees, free treatment or subsidized treatment. Next. Coming to the last bit, I've dealt on the events as well as the service projects, and coming on to the hospital projects. It was already mentioned here, a new state-of-the-art 4-story building to house primarily the important clinical specialties or areas like emergency, intensive care units, operation theaters, and a good imaging department, radiology. And this is a project which has been presented in detail today morning to the Thoma Medical Mission Board and approved, which is probably going to be at an estimated cost of about 20 to 25 crores of rupees. And this is going to come up in the Marcus Ostrom Memorial Fellowship Hospital. Next. St. Thomas Mission Hospital, Kattanam. Yes, they're already planning many projects in relation to their Platinum Jubilee.
but exclusively as a Golden Jubilee project. Now we know that today a major project is going to be launched, which is dealing with cancer care in collaboration with Tata's as well as Kakinos. Now, providing treatment, yes, it's going to be taken care of, but there's a big after treatment section, which will probably need long-term palliative care. And sometimes people cannot afford this, and the families cannot afford this. So it's essential that a good palliative support system is provided. And the church thought that in their vision, in their mission, they should be able to do this, and they should do it. And so we are proposing a palliative care project in this campus, which probably to start with have an initial expenditure of about 5 CR. Next. Mathama Mission Hospital, Chungatara, is already mentioned by Tirumeni also. That is already in a developing mode. We were fortunate to obtain a CSR funding to the tune of about 2.5 to 3 crores, which the work is already going on. And in addition to that, as a Jubilee project, we thought that as the hospital expands, we need to have more place for people to stay, especially the doctors and other clinical staff. And so they are proposing a residential complex, which probably will come to about 1 crore of rupees. This is only briefly what is dealt with. Many of these plans needs to be dealt in detail, finalized before execution. And we hope and pray that we would be able to do that and make this Golden Jubilee year worthy to be remembered. Thank you. Thank you, sir. Moving to the next, today we have an eminent personality, Dr. Pankaj Chaturvedi, Head Neck Cancer Surgeon at Tata Memorial Center, Mumbai. He is the Deputy Director, Center for Cancer Epidemiology and Secretary General, International Federation of Head Neck Oncology Society. With all respect, I request Dr. Pankaj Chaturvedi to deliver the keynote address. So thank you so much. His Excellency, Most Revered Dr. Theodosius, Honorable Health Minister Veena George, other revered bishops on the dais, most respected people sitting here, and there are a lot of respected people in the audience, ladies and gentlemen. It is indeed a pleasure for Tata Memorial Center to get associated with such a wonderful missionary hospital. So Tata Memorial Center, actually the name is Tata, but it comes under Department of Atomic Energy. It's a Government of India hospital. And it is one of the largest chain of government-run cancer hospital across India. Today, we have around 8 hospitals. In next couple of years, we will have 10 hospitals across India. And we register around 1 lakh new cancer patients every year amongst the chain of hospitals that we have all across India. And that is 10% of the India's cancer burden. So 10% of India's cancer burden is dealt by the Tata Memorial Center under Department of Atomic Energy. And in 2017 and 18, the Parliamentary Committee on Health and Parliamentary Committee on Science and Technology, they were perplexed by the increasing burden of cancer. And by the way, Kerala has one of the highest incidence of cancer in the entire country. And I think Mizoram is the only other state which is above Kerala. So it is happening all over India. So the Parliamentary Committee was plagued with this jinx that if the cancer burden is rising, A, what can be done to take care of the rising burden? B, how can the government, state and the center government can prepare themselves? So most respected Finance Minister
Shri Balagopalaji. I am Professor Pankaj Chaturvedi. I am Deputy Director at Tata Memorial Center, Mumbai. And it's indeed an honor to have the opportunity of working in the state of Kerala. And I was just explaining that Tata Memorial Center comes under Department of Atomic Energy. It's a Government of India hospital. And we have 8 hospitals all across India, and 2 will be added in next 2 years. And we register in our own chain of hospital all across India 1 lakh new cancer patients every year, which is 10% of India's cancer load. So the Parliamentary Committee on Science and Technology, they were curious that how do we control cancer and how do we care for cancer. So this parliamentary committee called many stakeholders from the state, from the central government, and tried to get an answer that how do we tackle the rising burden of cancer. So at the end, there is a recommendation of the 325th report of the Parliamentary Committee on Science and Technology and Health, which is submitted to the Rajya Sabha. And subsequently, for last 4 years, they have been taking the action taken report, and we have been submitting it. And there, the Tata Memorial Center, Department of Atomic Energy, has been given a mandate to go all over India and give solution for cancer care wherever it is needed. So with that aim, we identified certain areas, and we searched and worked with the state governments, with the local partners. Say for example, in Jharkhand, we started working in cancer awareness and cancer early detection. In Bihar, we are making a hospital. In Odisha, we are making a hospital. In Punjab, we have 2 hospitals. For the entire Northeast, we have a hospital in Guwahati. And when it came to Kerala, we did our due diligence, and we did the entire mapping of the Kerala. Where do we really need a hospital or a facility or technical assistance? We realized that Kerala is one of the blessed states where a lot of cancer hospitals are there. The only area which was a central part of the Kerala in this Kollam district, there was a need to enhance cancer care. And that is where we came across our friends in Karkinos, who were already in partnership with the Thoma Mission Hospital in St. Thomas Hospital in Kattanam. And then our Chief Security Officer, Mr. Johnson Lucas, belongs to the same church, so he was one of the motivating factor. We decided that we will partner with the Thoma Mission, Tata Memorial Center will work, and we entered into an MOU. So one of the questions that my medical administration asked, that why you want to partner with the mission hospital, in other places you tie up with a government hospital. I said that we are a government hospital. The difference between Thoma and many other hospitals is that for the doctors of Thoma, for staff of Thoma, cancer care is a mission. For rest everybody, it is a job. So we do understand when we perform our duty as a job or we perform our duty as a mission, there is a difference. And that is why we chose to work with the Thoma Mission Hospital with our friends in Karkinos. So we had an MOU, and this morning, because I came last night and I thought that, I do not know because I have never visited this hospital ever in my life, and we have taken a decision to partner. So let me have the surprise visit of the hospital. So the best time to make the surprise visit is 6 a.m. in the morning. You know why? Because the shift change happens. So the last batch of the night duty nurses leave and the new batch comes in the morning. So if you want to know what is a real picture of a hospital, you should visit at 6 a.m. And if everything is fine, then the hospital is fine, otherwise there is something wrong. So 6 a.m. without telling anyone, not informing anyone, I just incommunicate in my shorts and my t-shirt so that people don't suspect that I'm a doctor. I went around the whole hospital, and let me tell you, even for an oncologist, I had tears in my eyes.
At 6 a.m., people who have been disowned by their own family, the old people, disabled people, who have been disowned by their own family, their own children, their own whoever, they were being looked after by father bishops in making, the students who are volunteers. They were changing their clothes, they were giving them bath, they were giving them, all kinds of support that they need because they were completely disabled. And that was a time when I realized that we have made a right choice. And the right choice is, we are going to work with people who are not looking at financial benefits, because these bishops in making, the students who are doing voluntary job, I'm sure they are not paid for doing all this. And the gratification that I had in the eyes of those people who were bedridden, who were old, disabled, were too much. And that is the karmic currency that each father and each one of us will carry when we work with such people. So for us, this is a commitment that we will work, we will do everything so that the state government being the overarching body, and cancer being so common and all the hospitals are overflowing, there is a need for all able-bodied men and women to come and join the state government to fight the scourge of cancer and find a solution for this rising burden of cancer, be it a government hospital, be it a private hospital, be it a trust hospital, be it a community center. Everything has to be dovetailed into a common program, from prevention till palliation. Now, palliation is something, trust me, I have visited all over India. Some of the best hospices are run by the missionaries. The reason is that this is the only community and only religion where the service comes very naturally. I'm a Brahmin, I come from North India, and I'm telling you with a great respect that most of the best hospices in the country are run by missionaries. Be it Mumbai, be it Varanasi where we have, be it in Guwahati. So I'm not surprised that the hospices here are running so perfectly, and we will support in whatever way we can do that, because what is required in a hospice is not a fancy or a doctor of great degree, but we require compassionate nurses, we require compassionate people. That is what we need. The problem of Kerala or any part of the country, we have to focus on palliative care, we have to focus on preventive oncology. Preventive oncology means that we have to reduce the burden of cancer, and palliative care means that we have to add life to the days left in the life of a man who is going to die in week or 10 days, and prevent them from unscrupulous exploiting mentality that sometimes happen, put them on ICU, put them on expensive chemotherapy. So unless there are hospices and palliative care, this exploitation will go on. The second thing that we did, and this was something that is very unique, never happened in the history of Tata Memorial Center, that yes, there are all these hospitals, like mission hospitals, work on very frugal, financial allocation, because they work on donations. We are blessed that we work under Department of Atomic Energy, and whatever we ask from the government, we get it. But for them, everything is donation. Say for example, when they needed oxygen concentrators during the COVID time, we shipped the concentrators here. Similarly, the beds, many other equipments, we are doing it. So we will continue to do it. But to make it completely sustainable and institutionalize this association of Marthoma Mission Hospital with Tata Memorial Center, we made Marthoma Hospital as member of the National Cancer Grid. Now, National Cancer Grid is a effort how to harmonize cancer care all across India. Again, this is the government of India's effort, and we are spearheading it. So it is effort to ensure that this relationship is sealed in such a way that all aspects, be it pathology, be it surgery, intensive care, and palliative care, everything
is according a guideline which is uniform, so that every patient in Kerala and this part of the area, they get a very good care. And last, I would suggest that cancer treatment, for me, it is not a health issue alone. It's a financial issue, sir. To be very frank with you, when we do the quality of life studies for cancer patients, if I ask that what is the most troublesome thing for you when you are suffering from cancer, they are not worried about death, they are not worried about anything else, they are only worried about catastrophic illness which leads to poverty. What happens that cancer does not happen only to the individual, it happens to the entire family. The entire family suffers. And most importantly, most people, they deprive all their bank balance, they deprive all the property that they have, and when they die, they leave behind poorer children and poorer family. So it is very important that we have to ensure, A, patient should get good treatment, B, the treatment has to be affordable, 3, there has to be some state insurance, so that this catastrophic illness, the out-of-pocket expenditure is reduced to a bare minimum, so that when the individual dies, the family does not die with him. And that is where the private hospitals, the government hospitals, they should all be part of the entire micro-insurance or health insurance scheme that we have. So certainly it is the state government's responsibility to look after. Tata Memorial Center with Karkinos, with Thoma Mission, will be more than happy to assist the state government provide. With those words, I thank again for giving this opportunity. I underline, reiterate what I'm saying. We are not doing a favor by coming to Kerala. In fact, we are privileged, we are honored, especially after my morning visit, that you have given this an opportunity, and we thank you for giving this rare honor to us. And I hope we live up to your expectations. Thank you so much. Thank you, sir, for your informative words. Our chief guest, Honorable Finance Minister K.N. Balagopal sir, has arrived. On behalf of Thoma Medical Mission, we welcome you, sir, to this event. Now we have come to the inauguration of Golden Jubilee celebration of Thoma Medical Mission. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ, കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രിയും കൊട്ടാരക്കര എം.എൽ.എയും മുൻ രാജ്യസഭാ അംഗവുമാണ്. SFI അഖിലേന്ത്യാ പ്രസിഡന്റ്, DYFI അഖിലേന്ത്യാ പ്രസിഡന്റ്, കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ എന്നീ സ്ഥാനങ്ങളിലും അദ്ദേഹം തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനിച്ച കറ്റാനം മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിനോടും മാർത്തോമ മെഡിക്കൽ മിഷനോടുമുള്ള വൈകാരിക ബന്ധം അദ്ദേഹം ഏറ്റവും അഭിമാനപൂർവ്വം ഓർക്കുന്നതിൽ ഞങ്ങൾ അതിയായി സന്തോഷിക്കുന്നു. ഈ സുവർണ ജൂബിലി ആഘോഷം നിലവിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിനും അതോടൊപ്പം ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിനുമായി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ.എൻ. ബാലഗോപാൽ അവരുകളെ വളരെ ആദരവോടുകൂടി ക്ഷണിച്ചുകൊള്ളുന്നു. I request all dignitaries to come forward for lighting the lamp.
Thank you, all dignitaries. Now, our Finance Minister, K.N. Balagopal sir, will be talking to us. വളരെ ബഹുമാന്യനായ നമ്മുടെ എല്ലാം ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന മാർത്തോമ മെത്രോപ്പൊലിത്ത തിരുമേനി അവർകൾ, അദ്ദേഹത്തിന് ഒപ്പം നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിശിഷ്ടാതിഥികൾ എല്ലാവരും കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ്, ഇവിടെ സ്വാഗതം ആശംസിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ പ്രയർ വഴി ഈ സമ്മേളനത്തിൻ്റെ തുടക്കം കുറിച്ച ബഹുമാനായ ഡോക്ടർ തോമസ് മാർ തീത്തോസ് തിരുമേനി, ഈ വേദിയിൽ നമുക്കൊപ്പമുള്ള ഡോക്ടർ അബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ അവർകൾ, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ റവറൻ ഫാദർ ഷിബു സാമുവൽ, ശ്രീ ജോൺ അബ്രഹാം, വളരെ നന്നായി ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ച് സംസാരിക്കുകയും ഇന്ത്യയിലെ ചികിത്സയുടെ പ്രത്യേകതകളെപ്പറ്റിയും ഈ ആശുപത്രിയുടെ നേരിട്ടുള്ള അനുഭവങ്ങളെപ്പറ്റിയെല്ലാം വിശദീകരിച്ച ടാറ്റ മെമ്മോറിയൽ സെൻറ്ററിൻ്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ഡോക്ടർ പങ്കജ് ചതുർവേദി, ഡോക്ടർ മോനി എബ്രഹാം, ഈ വേദിയിലുള്ള മറ്റ് വിശിഷ്ട അതിഥികൾ എല്ലാവരും ഇവിടെയുണ്ട്. വളരെ ബഹുമാനരായ ഡോക്ടർമാരുണ്ട്, ആശുപത്രിയിലെ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന സ്റ്റാഫംഗങ്ങളുണ്ട്, ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമുണ്ട്, രോഗികളും ബന്ധുക്കളുമുണ്ട്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വളരെ സന്തോഷമുള്ള ഒരു ചടങ്ങാണ് ഈ ജൂബിലി പരിപാടിയിൽ. ഇവിടെ വന്ന് നിൽക്കുന്നത് സാധാരണ ഒരു പരിപാടി പോലെയല്ല. സ്വാഗതം പറഞ്ഞപ്പോൾ പറഞ്ഞു കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എനിക്ക് ഈ ആശുപത്രിയായിട്ടുള്ള ബന്ധം, ഇവിടെ ഇരിക്കുന്ന ഏതൊരാളെക്കാളും ഈ ആശുപത്രിയായിട്ട് ബന്ധമുള്ള ആൾ ഞാൻ തന്നെയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത് ഇവിടെ കൂടിയാണ് എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. മേപ്പള്ളിക്കുറ്റി ആശുപത്രി എന്ന് പറയുന്നത് അതാണ് ബന്ധം. മേപ്പള്ളിക്കുറ്റി എന്നാണ്, ബാക്കി എന്ത് പേര് പറഞ്ഞാലും മാർത്തോമ മെഡിക്കൽ മിഷൻ എന്നുള്ള പേരൊക്കെ ഉണ്ടെങ്കിലും മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിലാണ്. അപ്പോൾ അതൊരു നമ്മുടെ കുടുംബത്തോടുള്ള അമ്മയോടെയും അച്ഛനോടെയും എല്ലാമുള്ള ഒരു ബന്ധത്തിൻ്റെ ആ ലിങ്കാണ് ആസത്തിൽ. അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. മേപ്പള്ളിക്കുറ്റി ഹോസ്പിറ്റലിൽ അതിനുശേഷം അങ്ങനെ അധികം വരുന്നതല്ല. ഞങ്ങൾ ഇവിടെയാണ് സ്ഥലമെങ്കിലും അച്ഛൻ്റെ കുടുംബം ഞാൻ കറ്റാനം സ്കൂളിലും പഠിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് 1-2 വർഷം ഇവിടെ കുടുംബം ഉണ്ടെങ്കിലും ബാക്കി കുറേ സ്ഥലത്ത് പഠിച്ചാണ്. എന്നാൽ ഇവിടോട്ടുള്ള ബന്ധം, ഇന്നലെ തിരുമേനിമാരോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു തെള്ളിയൂർ. അവിടെ പോകുന്ന പോലെയല്ല, തെള്ളിയൂരും ഒക്കെ ബന്ധമുള്ളത് പോലല്ല ഇവിടെ. അപ്പോൾ ഈ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ എപ്പോഴും ഈ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങളെ വീക്ഷിക്കുകയും പലപ്പോഴും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് ആശുപത്രിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്ന തിരുമേനിമാരോടെയും മാനേജ്മെൻറ്റിനോടെയും പറയാറുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആശുപത്രിയിൽ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ സ്ഥാപനങ്ങളിലെ ചുമതലക്കാർ തന്നെ വന്ന് ഏറ്റവും നന്നായിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് പറയുന്നൊരു ഘട്ടത്തിൽ ഇവിടുത്തെ ഒരു ജൂബിലി പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് അതൊരു നൊസ്റ്റാൾജിയ എന്നോ അല്ലെങ്കിൽ വളരെ വൈകാരപരമായൊരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ ഈ ഭൂമിയിലെ പല അനുഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു സ്ഥലം തന്നെയാണല്ലോ നമ്മുടെ ഇതുപോലൊരു ബന്ധമുള്ള സ്ഥലം. വളരെ വിപുലമായ സൗകര്യങ്ങളും സ്ഥലവും എല്ലാമുള്ള ഈ ആശുപത്രി വാണിജ്യാടിസ്ഥാനത്തിൽ, കൂടുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ നല്ല കൈകാര്യം ചെയ്യുന്നതെന്ന് എനിക്ക് നേരിട്ടറിയാം. വാണിജ്യാടിസ്ഥാനം എന്ന് ഞാൻ പറഞ്ഞാൽ ആശുപത്രിയുടെ നടത്തിപ്പ്, അതിൽ നിന്നുള്ള വരുമാനം ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ ഒരു കച്ചവട താല്പര്യത്തോടു കൂടി ഇത്തരം ഒരു കാര്യത്തെ കാണുന്നില്ല എന്നുള്ളതാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ വികസനത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കേരളത്തിലാകെ മെഡിക്കൽ കോളേജുകളും ദന്തൽ കോളേജുകളും ഒക്കെ വന്നൊരു ഘട്ടത്തിൽ സന്ദർഭവശാൽ കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗമായി ചുമതല വഹിക്കാൻ അവസരം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണത്. ഞാനൊന്നുണ്ടായിരുന്നു. കേരളത്തിലെ പാറശാലയിലെ CSI മെഡിക്കൽ കോളേജ് മുതൽ ഇങ്ങോട്ടുള്ള മെഡിക്കൽ കോളേജുകൾ, കേരള യൂണിവേഴ്സിറ്റി അതിർത്ത് പല കോളേജുകളും വന്നത് ആ ഘട്ടത്തിലാണ്. അന്ന് ഇവിടുന്ന് അപേക്ഷയുണ്ടായി. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, ഞാൻ അന്നും പറഞ്ഞു, ഇത് ഇവിടെ ഒരു ദന്തൽ കോളേജിന് ഞങ്ങൾ ശുപാർശ ചെയ്തു. ദന്തൽ കോളേജിന് ശുപാർശ ചെയ്തതാണ് 2001 ആ സമയത്ത്, 2002 2004 ആ സമയത്താണ്. പക്ഷെ അന്ന് ഇവിടെ കോളേജ് തുടങ്ങുന്നതിൻ്റെതായ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്തതെന്ന് ചോദിച്ചാൽ പിന്നീട് പലപ്പോഴും കാണുമ്പോൾ ഞാൻ ചോദിച്ചാൽ ദന്തൽ കോളേജ് എന്താ തുടങ്ങാത്തത്?
ഇവിടെ ദന്തൽ കോളേജ്, അതുപോലെ തന്നെ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ പന്തളം, അവിടെയും ഒരു സംവിധാനം ചോദിച്ചു. അവിടെയും അവരും ആ സമയത്ത് തുടങ്ങിയില്ല. ആ സമയത്ത് ബാക്കി ധാരാളം കാര്യങ്ങളൊന്നും, നഴ്സിംഗും ആ സമയത്താണ് ഏകദേശം വന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഒരു ദന്തൽ കോളേജ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ മേഖലയിലെ ശാസ്ത്രീയ ദന്തൽ കോളേജ്. ഇതിനു കൂടെയാണ് തിരുവനന്തപുരത്ത് ഡോക്ടർ താഹയുടെ ഉടമസ്ഥയിലുള്ള ദന്തൽ കോളേജും ആ സമയത്താണ് വരുന്നത്. അപ്പം അതും അദ്ദേഹം ഒരു വളരെ വെറ്ററനായിട്ടുള്ളൊരു ദന്തൽ മേഖലയിലുള്ള ആളാണ്. ഞാനിത് പറഞ്ഞത് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആതുര സേവന ശുശ്രൂഷ രംഗത്ത് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ധാരാളം സഹായം അർത്ഥിക്കുന്ന കുട്ടികളെയും കുടുംബങ്ങളെയും ഒക്കെ സഹായിക്കുന്ന പദ്ധതിയുണ്ട്. പക്ഷെ അതൊരു സേവനമെന്ന നിലയിൽ നല്ലതുപോലെ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു പോസിറ്റീവായ സൈഡ് നേരിട്ട് അറിയുന്ന ആളെന്ന നിലയിലാണ്. അതിനുശേഷം ഞാൻ ഈ കാര്യം വീണ്ടും പറഞ്ഞു, നമുക്ക് കുറേ സ്ഥലമുണ്ട്, കുറേ കൂടി കാര്യങ്ങളിലൂടെ ചെയ്യണം. ഇന്നിപ്പോൾ ഈ ചെയ്യുന്നതും ക്യാൻസർ സെൻ്ററുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളെ പറ്റിയും അതിൻ്റെ പുതിയ സെൻ്ററും ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി അതിന് തുടക്കം കുറിക്കുകയാണ്. ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. വിവിധ കേന്ദ്രങ്ങളിൽ മർത്തോമാ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കാനും പോകാൻ, അവിടുത്തെ പ്രവർത്തനം കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കൊട്ടാരക്കര തന്നെ അവിടുത്തെ ജൂബിലി സെൻ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ വലിയ ചില പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവിടെ. ഇന്നലെ തെള്ളിയൂരിലെ പുതിയ ഒരു പ്രവർത്തനങ്ങൾ തുടക്കം കുറിക്കുന്നിടത്ത് പോയിരുന്നു. അവിടെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ സെൻ്ററാണ്. അതൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ആ കാര്യം നടത്തിയേ പറ്റൂ. ആ ഡെഡിക്കേറ്റഡായി അതിനായിട്ട് നിൽക്കുന്ന ആളുകളെ എത്രയോ വർഷമായി, 10, 75, 80, 100 വർഷമായിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സെൻ്ററുകളെ കൂടുതൽ സജീവമായി കൊണ്ടുപോകുന്നു, കൂടുതൽ മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. അതിനകത്ത് പങ്കെടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. ഇന്ന് ആരോഗ്യരംഗത്ത് ധാരാളം ആവശ്യങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്. നമ്മുടെ കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ നേട്ടങ്ങളും മെച്ചങ്ങളും നമ്മൾ പറയുമ്പോഴല്ല അത് മെച്ചമാവുന്നത്. ബോംബെയിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥാപനത്തിൽ നിന്ന് വന്ന ഡോക്ടർ ആ കാര്യം പറയുമ്പോൾ നമ്മുടെ അംഗീകാരം വർദ്ധിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇവിടെ വന്ന അദ്ദേഹം വളരെ കാഷ്വലായിട്ട് നോക്കി പരിശോധിച്ചപ്പോഴും രാവിലെ 6 മണിക്ക് വെളുപ്പിനെ എങ്ങനെയാണ് രോഗികളെയും ഒക്കെ കൈകാര്യം ചെയ്യുന്നവരെ നോക്കുന്നത്, അവർക്ക് സഹായം കൊടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. ഇത് ഇന്ത്യയിലാകെയുള്ള നമ്മുടെ ആരോഗ്യരംഗത്ത് നമ്മളെപ്പറ്റിയുള്ള അഭിപ്രായത്തിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. ഇന്ത്യയിലാകെ മാത്രമല്ല, ലോകത്തെവിടെയും. ഞാനെപ്പോഴും പല സ്ഥലത്തെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് നഴ്സുമാർക്ക് വളരെ വലിയ ഒരു അംഗീകാരവും ബഹുമാനമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ കുറേ കാലം ഇന്ത്യയിലെ ഡൽഹിയൊക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ, മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാൻ അവസരം കിട്ടിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അവിടെയൊക്കെ പറയുന്നത് കേട്ടോ, ഡൽഹിയിലെ ആശുപത്രിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ മലയാളി നഴ്സുമാർ വേണം എന്ന് പറയുന്ന വലിയ ഹോസ്പിറ്റലിൽ വരുന്ന ആളുകളുണ്ട്. കാരണം കൃത്യമായ പരിചരണം കിട്ടും, നോക്കും. നമ്മുടെ നാട്ടിലെ ആരോഗ്യ വ്യവസ്ഥയെപ്പറ്റി നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണം ഈ കോവിഡ് കാലത്തുണ്ടായി. കോവിഡ് കാലത്ത് ഡൽഹിയിലെ JNU പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ്, അദ്ദേഹം എന്നെ എഴുതിയതാണ്, അവിടെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത്യാവശ്യം ഒരിടത്തരം ഫാമിലി ഇച്ചിരി സഹായിക്കാനൊക്കെ ആളുകളുള്ളതാണ്. അവിടെ ഹോസ്പിറ്റലിൽ കിടന്നിട്ട് രക്ഷപ്പെടില്ല എന്ന് മനസ്സിലായിട്ട് അവിടുന്ന് സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം കൂടെ ചേർന്ന് ഒരു എയർ ആംബുലൻസിന് ഇവിടെ കൊണ്ടുവന്നൊരു കാര്യം അദ്ദേഹം എഴുതി. അവിടെ കിടന്നാൽ കിട്ടുന്നതിനേക്കാളും ഇവിടെ വന്നാൽ ഒന്ന് നാടിൻ്റെ സ്നേഹമായിരിക്കും. ആ നാടിൻ്റെ സ്നേഹം മാത്രമല്ല, ഇവിടുത്തെ ആതുര ശുശ്രൂഷ രംഗത്തിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്ന് പറയുന്ന എത്രയോ രോഗികൾ. അപ്പോൾ കേരളത്തിനോടുള്ള പ്രത്യേക ഒരു സ്നേഹവും താല്പര്യമല്ല ഞാൻ പറയുന്നത്. കേരളത്തിൻ്റെ ആരോഗ്യരംഗത്തിന് ഈ സേവന സന്നദ്ധതയും ആളുകൾക്ക് ഏറ്റവും സ്നേഹം കിട്ടുന്ന പ്രവർത്തനമുണ്ട്. ഇന്ന് ലോകത്താകെ ഈ പ്രൊഫഷൻ്റെ, മെഡിക്കൽ രംഗത്തെ ഡോക്ടർമാരായാലും നഴ്സുമാരായാലും ലോകത്താകെ ഏറ്റവും നല്ല ആളുകളെ, കേപ്പബിളായ ആളുകളെ കൊടുക്കാൻ കഴിയുന്ന ഒരു മേഖല നമ്മുടെ ആരോഗ്യ വിദ്യാഭ്യാസവും ആരോഗ്യരംഗവുമാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി സംസാരിക്കുമ്പോൾ, ആരോഗ്യവകുപ്പ് മന്ത്രി സംസാരിക്കുമെന്ന് ഞാൻ കരുതുന്നു. കൂടുതൽ നഴ്സിംഗ് കോളേജുകളും സൗകര്യങ്ങളും വേണം, കൂടുതൽ നല്ല ഡോക്ടർമാരെ സൃഷ്ടിക്കാനുള്ള സംവിധാനം വേണം. പ്രത്യേകിച്ചും ലോകത്താകെ എല്ലാ സ്ഥലത്തേക്കും ഈ മേഖലയിൽ നിന്നുള്ള ആളുകളെ എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്, നമ്മുടെ ആശുപത്രികൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് ലോകത്തേക്കൊക്കെ ആളുകളെ അയക്കാൻ കഴിയുമ്പോൾ എന്തുകൊണ്ട് ലോകത്തു നിന്നൊക്കെയുള്ള ആളുകൾക്ക് രോഗ ശുശ്രൂഷയ്ക്ക് ഇവിടേക്ക് വന്നുകൂടാ എന്നുള്ള കാര്യവും നമ്മൾ വളരെ ഗൗരവതരമായി ആലോചിക്കേണ്ടതാണ്. നമ്മൾ ലോകത്തേക്ക് ഏറ്റവും നല്ല ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ നമുക്ക് അയക്കാൻ പറ്റുന്നു. പക്ഷെ ലോകത്തെ ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞൊരു സ്ഥലമാണ് കേരളം. പത്തനംതിട്ട ജില്ല തൊട്ടപ്പുറത്ത്, അല്ലെങ്കിൽ ഇവിടെ, ഇതെല്ലാം ജില്ല മാറുകയാണെങ്കിലും
ഇന്ത്യയിലെ ഏറ്റവും പൊല്യൂഷൻ കുറഞ്ഞ എയർ ക്വാളിറ്റിയിൽ മുന്നേ നിൽക്കുന്ന സ്ഥലങ്ങൾ നമ്മുടെ ഓരോ പ്രദേശങ്ങളാണ്. ഇവിടെ എടുത്താലും അങ്ങനെയായിരിക്കും. കറ്റാനം എടുത്താലും മേപ്പള്ളിക്കുറ്റി എടുത്താലും അപ്പുറം എടുത്താലും. ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ 400-ന് മേളിലാണ് ഈ എയർ ക്വാളിറ്റിയുടെ യാർഡ് സ്റ്റിക്ക്. ശ്വാസം മുട്ടുന്ന തരത്തിലേക്കുള്ള അവസ്ഥയാണെന്ന് അവിടെ പോകുന്നവർക്കറിയാം, യാത്ര ചെയ്യുന്നവർക്കറിയാം. അപ്പോൾ ഏറ്റവും നല്ല ആരോഗ്യ പ്രവർത്തകരുള്ള ആശുപത്രികളുള്ള നമുക്ക് അത്തരം ഒരു കാര്യത്തിൽ നമ്മളിപ്പോൾ ചില പ്രയോറിറ്റി തുടങ്ങിയിട്ടുണ്ട്. ആരോഗ്യവകുപ്പ് തന്നെ ആ കാര്യത്തിനകത്ത് ധാരാളം ചർച്ചകളും മറ്റും വരുന്നുണ്ട്. നമുക്ക് ആ മേഖലയിൽ ഉൾപ്പെടെ പറ്റും. ഇവിടെയാണെങ്കിൽ വളരെ വിശാലമായ, എനിക്ക് തോന്നുന്നു 25 ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെന്നാണ് തോന്നിയത്. വളരെ വിപുലമായ സ്ഥലമുണ്ട്. ഇത്തരം സ്ഥലവും സൗകര്യവും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഇപ്പോൾ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയ വളരെ നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന hospitals ഉണ്ട്. What I am suggesting is these kind of campuses can be used for bringing in patients from world over, because these very good doctors, nurses and every other facilities are here. So നമ്മുടെ ഇത്തരം ഫെസിലിറ്റീസ് ഏറ്റവും നന്നായി, അതൊരു വാണിജ്യാടിസ്ഥാനത്തിലല്ല, ലോകത്തുനിന്ന് വരുന്നവർക്കും, നമ്മുടെ തിരുവനന്തപുരത്തും എറണാകുളത്തും കൊച്ചിയിലുമൊക്കെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഡൽഹിയിലെ ഹോസ്പിറ്റലുകളിൽ വരുന്നുണ്ട്. നമുക്കിവിടെയും അത്തരം ഫെസിലിറ്റീസ് കൊടുക്കേണ്ട തരത്തിലേക്ക് ഒരു പ്രധാനപ്പെട്ട മേഖല എന്ന നിലയിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതിന് തീർച്ചയായും അത്തരം പ്രവർത്തനങ്ങൾ ഉൾപ്പെടും. അത് വന്നാൽ നമ്മുടെ ഫെസിലിറ്റീസ് കൂടുതൽ വർദ്ധിക്കും. നമ്മുടെ രോഗികൾക്ക് ഒരു ക്രോസ് സബ്സിഡി എന്ന നിലയിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഫെസിലിറ്റീസ് കിട്ടും. കാരണം പുറത്തുനിന്നുള്ള രോഗികളോട് വരുമ്പോൾ ഇത്രയും സൗകര്യമുള്ള ഈ സ്ഥലത്ത് അത്തരം കാര്യങ്ങൾ കൂടി എങ്ങനെ പറ്റുമെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ തീർച്ചയായിട്ടും ബഹുമാനായ തിരുമേനി, അതുപോലെ ഈ ഹോസ്പിറ്റലിൻ്റെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടവരും ഡോക്ടർമാരുമായിട്ടെല്ലാം ചേർന്ന് ഇവിടുത്തെ ഈ സൗകര്യങ്ങൾ, ഇത്രയേറെ സൗകര്യങ്ങളും അനുഭവവും, 75 വർഷം 70 വർഷത്തെ അനുഭവം എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ അനുഭവമാണ്. ആ അനുഭവം കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കൂടി ചെയ്യുക. ഇവിടെ നിലവിലുള്ള സൗകര്യം കൂടുതൽ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ ചെയ്യുന്ന, ഇന്നലെ MCRD സെൻറ്ററിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെ ചെയ്യുന്ന ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട തരത്തിലേക്ക് ചെയ്യുവാൻ ഇനിയും ഈ ആശുപത്രിയിലും മാനേജ്മെൻറ്റിനും സഭയ്ക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സന്തോഷകരമായ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയതിൽ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ ജൂബിലി പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ. Thank you, sir, for your inspiring words. As an honor of respect and gratitude, we would like to felicitate with a memento to our chief guest, Honorable Finance Minister Sri K.N. Balagopal. I humbly request His Grace, Most Reverend Dr. Theodosius Marthoma Metropolitan, to do the honor. Thank you, Tirumeni. Thank you, sir. Now we have come to the second phase of our meeting. ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ക്യാൻസർ രോഗം നമ്മുടെ മുൻപിൽ ഒരു വൻ ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ നാട്ടിലെ ക്യാൻസർ രോഗികളിൽ 60% അധികവും രോഗം മൂർച്ഛിച്ച അവസ്ഥയിൽ മാത്രമാണ് തിരിച്ചറിയുന്നത്. ഈ രോഗത്തിൻ്റെ ഭീമമായ ചികിത്സാ ചിലവ് വഹിക്കാൻ കഴിയാതെ മരണത്തിന് കീഴടങ്ങുന്ന സ്ഥിതിവിശേഷവുമാണ് നാം കണ്ടുവരുന്നത്. ഈ 2 അവസ്ഥകളെയും ഫലപ്രദമായി നേരിടുക എന്ന ലക്ഷ്യത്തോടെ ടാറ്റ ക്യാൻസർ സെൻറ്ററിൻ്റെ പിന്തുണയോടുകൂടി ഉടലെടുത്ത ഒരു പ്രസ്ഥാനമാണ് കാർക്കിനോസ് ഹെൽത്ത് കെയർ. മാർത്തോമ സഭ അധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപോലിത്തയുടെയും അടൂർ ഭദ്രാസനാധിപൻ അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനിയുടെയും പരിശ്രമ ഫലമായി മാർത്തോമ മെഡിക്കൽ മിഷൻ്റെ കീഴിലുള്ള കറ്റാനം സെൻറ് തോമസ് മിഷൻ ഹോസ്പിറ്റലിൽ കാർക്കിനോസിൻ്റെ ഒരു സെൻറ്റർ ആരംഭിക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളുകയും അതനുസരിച്ച് സെൻറ് തോമസ് കാർക്കിനോസ് സെൻറ്റർ എന്ന പേരിൽ സംയുക്തമായുള്ള ഒരു സംരംഭത്തിന് ഇന്ന് ഔപചാരികമായി തുടക്കം കുറിക്കുകയുമാണ്. For the official inauguration, we are honored to have Srimati Veena George, Honorable Health Minister Kerala. She is the face of Health Department of Kerala. She is the 2-time MLA and one of the 3 women minister in Kerala government. She represents Aranmura State Assembly constituency in Kerala Legislative Assembly since 2016. We are honored to have you, ma'am, today. Thank you. യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന മാർത്തോമ സഭ പരമാധ്യക്ഷൻ അഭിവന്ദ്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രോപൊലിത്ത തിരുമേനി, ഈ ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ സംസ്ഥാന ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ K.N. ബാലഗോപാൽ, അഭിവന്ദ്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് തിരുമേനി, അഭിവന്ദ്യ തീത്തോസ് തിരുമേനി, തോമസ് മാർ തീത്തോസ് തിരുമേനി, ബഹുമാന്യനായിട്ടുള്ള ഡോക്ടർ പങ്കജ് ചതുർവേദി, ഡോക്ടർ മോനി എബ്രഹാം,
വന്യരായ വൈദിക ശ്രേഷ്ഠർ, സഭാ സെക്രട്ടറി CV സൈമൺ അച്ഛൻ, TK മാത്യൂസ് അച്ഛൻ, ഷിബു സാമുവൽ അച്ഛൻ, ജോർജ് മാത്യു അച്ഛൻ, സോളമൻ അച്ഛനൊക്കെ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ള വന്യരായ വൈദിക ശ്രേഷ്ഠർ, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ കെ, വാർഡ് മെമ്പർ ശ്രീ അമൽ രാജ്, ബഹുമാന്യരായ ഡോക്ടർ ജോൺ എബ്രഹാം അടക്കം ബഹുമാന്യരായിട്ടുള്ള ഡോക്ടേഴ്സ്, നഴ്സസ്, മറ്റ് ആരോഗ്യ പ്രവർത്തകരെ, മാർത്തോമ മെഡിക്കൽ മിഷനുമായി ബന്ധപ്പെട്ട വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, മാർത്തോമ സഭയുടെ മെഡിക്കൽ മിഷൻ ചികിത്സാ രംഗത്തും ആതുര സേവന രംഗത്തും സാമൂഹ്യ ഇടപെടലുകളിലും സാമൂഹ്യ നവീകരണത്തിലും 50 വർഷം പിന്നീട് ഡോക്ടർ പങ്കജ് ചതുർവേദി ഇവിടെ പറഞ്ഞ വാക്കുകൾക്കപ്പുറം ലഭിക്കാനില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഒരു മിഷൻ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ സംബന്ധിച്ച് കാഴ്ചപ്പാടോടുകൂടി കൃത്യമായ ദർശനത്തോടുകൂടിയുള്ള ഒരു മിഷൻ, അർത്ഥത്തിൽ അത് ശരിയാണ് എന്നുള്ളതാണ്. ഈ ഒരു പ്രതിനിധീകരിക്കുന്നു കുമ്പനാട് ഉൾപ്പെടുന്നതാണ് ആറന്മുള നിയോജക മണ്ഡലം. ഒരു പക്ഷേ ഒരു കാലത്ത് എത്തപ്പെടാതിൽ കൂടി പലയിടങ്ങളിലും കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ നൽകുവാൻ, ആശ്വാസമാകുവാൻ പറയുമ്പോൾ അതൊരു ബ്രാൻഡാണ്. കേരള ഹെൽത്ത് എന്ന് പറയുമ്പോൾ ആഗോളതലത്തിൽ തന്നെ നമുക്കൊരു അംഗീകാരമുണ്ട്, നമുക്ക് സ്വീകാര്യതയുണ്ട്. നമ്മുടെ ആരോഗ്യ പ്രവർത്തകർക്ക് ലോകത്തിൻ്റെ ഏത് തന്നെ ഭാഗമായി ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ വെയിൽസ് ഹെൽത്ത് മിനിസ്റ്ററുമായും അവിടെ ഗവൺമെൻറ് ടു ഗവൺമെൻറ് എഗ്രിമെൻറ്റ് ജർമ്മനിയുമായി നമുക്കതുണ്ട്. അതോടൊപ്പം തന്നെ സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ, നമ്മുടെ മെഡിക്കൽ സ്റ്റുഡൻസിൻ്റെ എക്സ്ചേഞ്ച് പ്രോഗ്രാം, നമ്മുടെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് 3 വർഷം അവിടെ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യം, ഇങ്ങനെ പല തലങ്ങളിലാണ് ആ ചർച്ചകൾ നടന്നത്. അപ്പോൾ വെയിൽസിൻ്റെ ഹെൽത്ത് മിനിസ്റ്റർ തന്നെ അവരൊരു ലേഡിയാണ് പറഞ്ഞത്, നിങ്ങളുടെ കേരളത്തിൽ നിന്നുള്ള ഹെൽത്ത് വർക്കേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഞാനവിടെ ചെല്ലുമ്പോൾ ആ ടീമിലുള്ളവരെല്ലാം ഏതാണ്ട് മലയാളികളാണ്. നഴ്സിംഗ് ഹെഡ് മലയാളിയാണ് അവിടെ, അതുപോലെ അവിടുത്തെ കോവിഡുമായി ബന്ധപ്പെട്ട ആളും ഡോക്ടർ മലയാളിയാണ്. അങ്ങനെ വലിയ രീതിയിൽ, അതുപോലെ തന്നെ UK-യിലും ഇപ്പോൾ ഈ നവംബർ മാസത്തിൽ അവർ നാഷണൽ ഹെൽത്ത് സർവീസ് NHS ഇവിടെ വന്ന് 3000 പേരെയാണ് റിക്രൂട്ട് ചെയ്തത്. അവിടെ വലിയ വിപുലമായിട്ടുള്ള 3 ദിവസത്തെ ഇൻ്റർവ്യൂ നടത്തി അവിടേക്ക് റിക്രൂട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ആയിരിക്കുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് വളരെ കുറവാണ്, ആയുർദൈർഘ്യം വളരെ കൂടുതലാണ്. പക്ഷെ നമ്മൾ നേരിടുന്ന യഥാർത്ഥ ചാലഞ്ച് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടു, കോവിഡ് വന്നാൽ പ്രമേഹം ഇല്ലാത്തവർക്ക് പ്രമേഹം ഉണ്ടാകുന്നു, പ്രമേഹം ഉള്ളവർക്ക് പ്രമേഹം ഷൂട്ടപ്പ് ചെയ്യുന്നു, ബ്ലാക്ക് ഫംഗസ് പോലെയുള്ള സങ്കീർണതകൾ ഉണ്ടാകുന്നു. അപ്പം ജീവിതശൈലി രോഗങ്ങൾ, പ്രമേഹം, രക്താതിസമ്മർദ്ദം, ഹൃദ്രോഗം, ക്യാൻസർ നമ്മുടെ ഇടയിൽ വലിയ തോതിൽ അല്ലെങ്കിൽ കൂടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആരോഗ്യമെന്ന് പറയുമ്പോൾ ചികിത്സ മാത്രമല്ല, ആരോഗ്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ കാര്യം രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുക, ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ട സർക്കാരിൻ്റെ നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ആർദ്രം എന്ന മിഷനിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, ഈ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ ചേർക്കാം. ഇവിടെ ഡോക്ടർ പങ്കജ് ചതുർവേദി ഇവിടെ സൂചിപ്പിച്ചു. അതോടൊപ്പം ഇവിടെ ഡോക്ടർ ജോൺ എബ്രഹാമും പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. അതായത് മിക്കവാറും നമ്മൾ ഫൈനൽ സ്റ്റേജിലാണ് ക്യാൻസർ ഡിറ്റക്റ്റ് ചെയ്യുന്നത്, 3rd ഫേസിലും 4th ഫേസിലും. അപ്പോഴേക്കും കുറച്ചുകൂടി ചികിത്സ സങ്കീർണമാകും. അപ്പോൾ ഏർലി ഇൻ്റർവെൻഷൻ വളരെ അനിവാര്യമാണ്. എങ്ങനെയാണത് സാധ്യമാകുന്നത്? ഒന്ന്, ആളുകളെ ബോധവൽക്കരിക്കുക, ഒരു ഇടവേളകളിൽ പരിശോധനകൾ നടത്തുവാൻ അവരെ പ്രേരിപ്പിക്കുക. നമ്മൾ പലരും ഇപ്പോൾ ലംസൊക്കെ ഉണ്ടെങ്കിൽ പണ്ടേ ഉണ്ട്, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇത് പണ്ടേ ഉള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്കതല്ല എന്ന് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം. അപ്പോൾ സിൻസ് Dr. Chaturvedi is also here, I will switch over to English. So Kerala State has developed, we have started a campaign, a people's campaign to tackle the issue. We have developed a special app which is called the Shaili app, where we have trained our health workers, ASHAs. So they will do the door-to-door survey. We have a questionnaire and we will go to every house and we will ask these questions to the people who are staying there. So we are aiming at detecting. So far the target population is people above the age of 30. 30 വയസ്സിന് മുകളിലുള്ളവരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത്.
And that comes around 1,69 lakhs. 1,69,00,000 ആളുകളാണ് 30 വയസ്സിന് മുകളിലുള്ളത്. ഈ 30 വയസ്സിനുള്ള മുഴുവൻ പേരെയും സ്ക്രീനിങ്ങിന് നമ്മൾ വിധേയരാക്കുകയാണ്. ആൻഡ് വി ഹാവ് സംതിങ് കോൾഡ് എ സ്കോർ. അത് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, റിസ്ക് ഫാക്ടേഴ്സ് എങ്ങനെയാണ് കണക്കാക്കേണ്ടതെന്നൊക്കെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. And till date, we have started, Honorable Chief Minister has inaugurated the project, and till date we have screened almost 49 lakh people. That means around 29% of the target population. So, and among that 49 lakh target population, again, our health workers are doing the screening. So our ashas, they will go to the house, and if the person has something like ഒരു വായിലൊരു മുറിവോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർ നോക്കിയിട്ട് ഇവർ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇവരെ ഓരോ എല്ലാ ജില്ലകളിലും. സോ ഇനിഷ്യലി വി ഹാവ് സെലക്ടഡ് 140 പഞ്ചായത്സ്, ലൈക്ക് 1 പഞ്ചായത്ത് ഇൻ എവറി കോൺസ്റ്റിറ്റ്യുവൻസി, ആൻഡ് നൗ ഇറ്റ്സ് അറൗണ്ട് 500 പഞ്ചായത്സ്. സോ ദിസ് ആഷാസ് വിൽ ഗോ ടു ദ എവറി ഹൗസ്. ഇപ്പം മുറിവൊക്കെ ഉണ്ടെങ്കിൽ അവർ പറയും വായിലൊന്ന് കാണിച്ച് വേദനയുണ്ടോ, എങ്ങനെയുള്ള മുറിവൊക്കെയാണെന്ന് ചോദിച്ചിട്ട് ദേ വിൽ ആസ്ക് ദ പീപ്പിൾ ടു കം ടു ദ ഹെൽത്ത് സെൻറ്റർ. So a total of 3 lakh people are asked to come to the health centers or the hospital for cancer training. 3 ലക്ഷത്തിലധികം ആളുകൾ അവർ ക്യാൻസർ ഉണ്ടെന്നല്ല, അവർ സസ്പെക്റ്റ് ചെയ്തിട്ട് അവർ വരാൻ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് ഓറൽ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പിന്നെ ലക്ഷണങ്ങളൊക്കെ പറഞ്ഞ് സെർവിക്കൽ ക്യാൻസർ. And among them, since Dr. Moni Kuriakos and Dr. Chaturvedi is here, among them കൂടുതൽ ഉള്ളത് ബ്രസ്റ്റ് ക്യാൻസർ. അറൗണ്ട് 2 lakh people അവർ സസ്പെക്റ്റഡ് ആണ്, അവർക്കുണ്ടെന്നുള്ളതല്ല. സോ വി ആർ എയിമിങ് അറ്റ് ഗിവിങ് an early intervention and early treatment. ഒരു ഏർലി ഇൻ്റർവെൻഷനിലൂടെയും ഏർലി ട്രീറ്റ്മെൻറ്റിലൂടെയും ഇതിന് ഭേദമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് നമ്മുടെ ഇവിടെ ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് രാജ്യത്തും ആഗോളതലത്തിലും. ഐ എം ഹാപ്പി ദാറ്റ് യു ഹാവ് ഡിസൈഡഡ് ടു ഹാവ് അസോസിയേഷൻ വിത്ത് ദ മാർത്തോമ മെഡിക്കൽ മിഷൻ, ആൻഡ് ഓൺ ബിഹാഫ് ഓഫ് പീപ്പിൾ ഓഫ് കേരള വി ആർ താങ്കിങ് യു ഡോക്ടർ ചതുർവേദി. അത് നിശ്ചയമായിട്ടും അതൊരു വലിയ അംഗീകാരമാണ്, മെഡിക്കൽ മിഷനുള്ള ഒരു അംഗീകാരം കൂടിയാണ്. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ അത് ഉപയോഗപ്രദമാകും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു മെസ്സേജുണ്ട്, ക്യാൻസർ ട്രീറ്റ് ചെയ്യാൻ കഴിയുന്ന രോഗമാണ്. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ആദ്യം തന്നെ ഇത് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. കണ്ടുപിടിച്ചാൽ പ്രോപ്പറായിട്ടുള്ള ചികിത്സ ലഭിക്കേണ്ടതായി. ഈ ഞാൻ പറഞ്ഞവർ ഹെൽത്ത് സെൻറ്റേഴ്സ് വരണം എന്ന് പറഞ്ഞു, ആ ഹെൽത്ത് സെൻറ്റേഴ്സിൽ വന്നതിന് ശേഷമുള്ള പ്രവർത്തനമാണ് വളരെ പ്രധാനം. വി ഹാവ് ഫോർമുലേറ്റഡ് ക്യാൻസർ ഗ്രിഡ് ഇൻ എവറി ഡിസ്ട്രിക്റ്റ്. അതായത് ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പോകുമ്പോൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോകണോ, ജില്ലാ ആശുപത്രി പോകണോ, എവിടെ പോയിട്ടാണ് സാമ്പിൾ എടുക്കാൻ കഴിയുക, ബയോപ്സിക്ക് അയക്കാൻ കഴിയുന്നത് എവിടെ നിന്നാണ്. വി ഹാവ് ക്യാൻസർ ഗ്രിഡ് ഇൻ എവറി ഡിസ്ട്രിക്റ്റ്, ആൻഡ് വി ഹാവ് ക്യാൻസർ കെയർ പ്രോഗ്രാംസ് ഇൻ എവറി ഡിസ്ട്രിക്റ്റ് വിച്ച് ഈസ് ലെഡ് ബൈ ദ ഡിസ്ട്രിക്ട് പഞ്ചായത്ത്. ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ ലീഡ് ചെയ്യുന്ന ക്യാൻസർ കെയർ പ്രോഗ്രാമുണ്ട്. And we have 3 centers, the Regional Cancer Center, RCC at Thiruvananthapuram, and the Malabar Cancer Center at Kannur, and also the Cochin Cancer Center. Cochin Cancer Center develop ചെയ്ത് വരുന്നതേ ഉള്ളൂ. 2 ക്യാൻസർ സെൻറ്റേഴ്സും വളരെ പ്രശസ്തമായ രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ജില്ലത്തിൽ തെക്കൻ മേഖലയെല്ലാം RCCയുടെ കീഴിൽ, അതുപോലെ ഇപ്പം മധ്യ കേരളം CCC, പക്ഷേ CCC പൂർണ്ണതോതിലാകാത്തത് കൊണ്ട് RCCയും MCCയുമാണ് ആ ജില്ലകൾ കൂടി നോക്കുന്നത്. വടക്കൻ മേഖല MCC. ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്, നമ്മളൊരു ക്യാൻസർ ഡേറ്റ രജിസ്ട്രി കൂടി രൂപീകരിക്കാൻ തീരുമാനിച്ചു. എന്തിനാണെന്നറിയാമോ? ഓരോ വർഷവും കേരളത്തിൽ 65,000-ഓളം പുതിയ ക്യാൻസർ പേഷ്യൻസ് ഉണ്ടാകുന്നുണ്ടെന്നുള്ളതാണ് ഒരു ഏകദേശ കണക്ക്. ഇനി പ്രാദേശികമായ വ്യത്യാസമുണ്ട്. തെക്കൻ കേരളത്തിലുള്ള ഏത് ടൈപ്പ് ഓഫ് ക്യാൻസറാണ് കൂടുതൽ, അതല്ല വടക്കൻ കേരളത്തിൽ കാണുന്നത്. മെയിൽസിലും ഫീമെയിൽസിലും ഒരു പർട്ടിക്കുലർ ക്യാൻസർ, ഇപ്പോൾ തൈറോയിഡ് ക്യാൻസറാണ് തെക്കൻ കേരളത്തിൽ കൂടുതലെങ്കിൽ വടക്കൻ കേരളത്തിലേക്ക് ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ലങ് ക്യാൻസർ എമംഗ് വിമൻ. നമ്മൾ വിചാരിക്കും സ്മോക്ക് ചെയ്ത് ഇപ്പോൾ പാസീവ് സ്മോക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്, പക്ഷേ കോവിഡിന് ശേഷമാണോ ഏതായാലും അങ്ങനെ ഒരു സാധ്യത അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമുണ്ട്, ലങ് ക്യാൻസർ സ്ത്രീകളിൽ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാൻസർ ഡേറ്റ രജിസ്ട്രി കൂടി രൂപീകരിക്കുന്നതോടുകൂടി
ഏത് ടൈപ്പ് ഓഫ് ക്യാൻസർ എന്തുകൊണ്ട് എന്നുള്ള ഒരു കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷൻ കൂടി സാധ്യമാകുമെന്നുള്ളതാണ് കരുതുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്ത് ആദ്യമായിട്ട് നമ്മളൊരു ക്യാൻസർ ഡേറ്റ രജിസ്ട്രി കൂടി രൂപീകരിക്കുന്നതിൻ്റെ പ്രവർത്തനങ്ങൾ ഓൾറെഡി ആരംഭിച്ചു. 2023 ആകുമ്പോഴേക്കും അതിൻ്റെ ഏകദേശം ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ലഭ്യമാകുമെന്നുള്ളതാണ് കരുതുന്നത്. ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. കാരണം ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ ആളുകൾ ഭയക്കും. സാമ്പത്തികമായി, ഇമോഷണലായി അല്ലെങ്കിൽ സാമൂഹികമായി അവർ ഒറ്റപ്പെടും, ഏകാന്തത അനുഭവിക്കും. എല്ലാവരും ചുറ്റുമുണ്ടെങ്കിലും ഒറ്റയ്ക്കാണെന്ന് തോന്നും, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കും. നിശ്ചയമായിട്ടും വലിയ സപ്പോർട്ട് ആവശ്യമാണ്. ഇപ്പം ഞാൻ ഡോക്ടർ മോനി കുര്യാക്കോസ് ഒക്കെ പറഞ്ഞു, കാസ്പ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വി ഹാവ് എംപാനൽഡ് all the empaneled hospitals will get the benefit. So in CASP it's there. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കാസ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, കീമോതെറാപ്പി ഉൾപ്പെടെയുള്ളവ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മരുന്നുകൾ പരമാവധി സൗജന്യമായി കൂടുതൽ പേർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ടൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അതെ, ക്യാൻസർ പേഷ്യൻസിന് പെൻഷനുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ഇവിടെ ഇരിപ്പുണ്ട്. 1400 കോടി രൂപയാണ് നമ്മൾ കാസ്പിലൂടെ ഒരു വർഷം കൊടുക്കുന്നത്. നമുക്ക് അതിൽ 1400 കോടി സംസ്ഥാനം കൊടുക്കുമ്പോൾ കേന്ദ്രം 138 കോടി രൂപയാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ സമർപ്പിതമാണ്. ഇനി കൂടുതലും കൊടുക്കുക, ഒരു പരിരക്ഷയാണ്, ആരോഗ്യ പരിരക്ഷ കൂടിയാണ്. ആ രീതിയിലാണ് സർക്കാർ കണ്ടിട്ടുള്ളത്. വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരുടെ അനുവാദത്തോടു കൂടി, പ്രത്യേകിച്ച് ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം അറിയിച്ചുകൊണ്ടും വിളിച്ചതിൽ നന്ദി അറിയിച്ചുകൊണ്ടും ഔപചാരികമായി ക്യാൻസർ സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. I kindly request Honorable Minister Srimati Veena George to officially inaugurate St. Thomas Carkinos Cancer Center by lighting the holy candle. I request Ma'am to pass the light to the Medical Superintendent of St. Thomas Mission Hospital, and he will be transferring the light of energy to the oncology doctor Anuja Shahjahan. Minister is passing the candle to the Honorable Superintendent of St. Thomas Mission Hospital, and he will be transferring the energy of light to the oncology doctor Anuja Shahjahan. Thank you, ma'am. Thank you all. I humbly request His Grace Most Reverend Dr. Theodosius Marthoma Metropolitan to present our venerated Chief Guest Srimati Veena George with a memento as a token of love and gratitude. Thank you, Tirumeni. Thank you, ma'am. ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസ്, പ്രശസ്ത ഓങ്കോളജി സർജൻ, കാർക്കിനോസ് ഹെൽത്ത് കെയറിൻ്റെ മെഡിക്കൽ ഡയറക്ടർ എന്നീ നിലകളിൽ പ്രശസ്തനാണ്. സെൻറ് തോമസ് കാർക്കിനോസ് പ്രോജക്റ്റിൻ്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന അദ്ദേഹത്തെ പ്രോജക്റ്റ് അവതരണത്തിനായി വളരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ മോസ്റ്റ് റെവറൻ ഡോക്ടർ തിയോഡോസിസ് മാർത്തോമ മെത്രാപ്പൊലിത്ത, തോമസ് തിയോത്തോസ് തിരുമേനി, Abraham Paulos Tirumeni, Honorable Finance Minister K.N. Balagopal, and Honorable Health Minister Veena George, Dr. Pankaj Chaturvedi, ഈ വേദിയിലും പുറത്തുമുള്ള വിശിഷ്ടാതിഥികളെ നമസ്കാരം. എന്നിൽ തന്നിട്ടുള്ള കർത്തവ്യം ഈ സെൻറ് തോമസ് കർക്കിനോസ് ക്യാൻസർ സെൻ്ററിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണല്ലോ. നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ, മിനിസ്റ്ററിൽ നിന്ന് കേട്ട പോലെ തന്നെ, ക്യാൻസർ സാവകാശം വളരുന്ന ഒരു സൈലൻ്റ് ഒരു മഹാമാരിയാണ്. ഇപ്പോഴത്തെ WHO കണക്കനുസരിച്ച് ഇന്ത്യയിൽ 10 അഡൾട്ട്സിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അത് പാശ്ചാത്യ രാജ്യങ്ങളിലാണെങ്കിൽ 4 പേരാണ്. 4 പേരിൽ ഒരാൾക്ക് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതിൻ്റെ ഒരു ലക്ഷ്യമാണ് കേരളത്തിലും മറ്റു സ്റ്റേറ്റിലുമുള്ള ക്യാൻസറിൻ്റെ ഇൻസിഡൻസിൻ്റെ നമ്പറിൻ്റെ വ്യത്യാസം. കേരളത്തിൽ ഏതാണ്ട് 100,000 ആൾക്കാർക്ക് 134 പേർക്ക് ക്യാൻസർ ഉണ്ടാകുമ്പോൾ മറ്റു സ്റ്റേറ്റുകളിൽ ഏതാണ്ട് 74 പേർക്കേ ഉണ്ടാകുന്നുള്ളൂ. അതിന് പ്രധാന കാരണം നമ്മൾ ഡോക്ടർ പങ്കജ് അതിൻ്റെ മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതശൈലിയും ദീർഘായുസ്സും ലോഞ്ചിവിറ്റിയുമാണ് അതിന് പ്രധാന കാരണം. ഇങ്ങനെ ഈ ക്യാൻസറിൻ്റെ നമ്പറിൽ മാത്രമല്ല നമ്മുടെ പ്രോബ്ലം. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഏതാണ്ട് 60% ക്യാൻസർ കണ്ടുപിടിക്കുമ്പോഴത്തേക്കും അഡ്വാൻസ് സ്റ്റേജിലേക്ക് ആകുക എന്നുള്ളതാണ്. അതിനൊരു മാറ്റം വരുത്തുവാൻ വേണ്ടിയിട്ട് 2018 നമ്മുടെ ചീഫ് മിനിസ്റ്റർ ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരള ക്യാൻസർ കൺട്രോൾ സ്ട്രാറ്റജി ഇവിടെ ഉണ്ടായി. അതിൻ്റെ ഓരോ പ്രവൃത്തിയും മിനിസ്റ്റർ 1-2-3 ആയിട്ട് നമ്മളോട് പറഞ്ഞു. അതിന് പ്രധാന ആശയം എന്നുള്ളത് ക്യാൻസർ കെയർ ബാക്കിയുള്ള പ്രൈമറി ഹെൽത്ത് കെയറുമായിട്ട് ഒരുമിച്ച് ചേർന്ന് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാൻസർ ചികിത്സ ഒരു ക്യാൻസർ സെൻറ്ററിൻ്റെ ഭിത്തിയിൽ ഒതുങ്ങാതെ പ്രൈമറി ഹെൽത്ത് കെയറുമായിട്ട് ഒരുമിച്ച് നടത്തുക എന്നുള്ളതാണ്. അതുതന്നെയാണ് കർക്കിനോസ് ഹെൽത്ത് കെയറിൻ്റെ ഉദ്ദേശം. നമുക്കറിയാമല്ലോ ഏതാണ്ട് ഒരു 50% ക്യാൻസറും കണ്ടുപിടിക്കുന്നത് പ്രൈവറ്റ് സെക്ടറിലാണ്. അപ്പോൾ ഗവൺമെൻറ് ഈ ഉള്ള പ്രോഗ്രാം പോലെ തന്നെ സമാനമായിട്ടുള്ള ഒരു പ്രോഗ്രാം പ്രൈവറ്റ് സെക്ടറിൽ നടത്തിയാൽ മാത്രമേ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ വൈഡ് ആയിട്ടുള്ള ക്യാൻസർ കൺട്രോൾ നമുക്ക് സാധ്യമാകുകയുള്ളൂ. ഇത് ഈ കർക്കിനോസ് എന്ന സ്ഥാപനം ടാറ്റ ട്രസ്റ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടും ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലും മേയോ ക്ലിനിക് അങ്ങനെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് കൂടിയിട്ട് ഉണ്ടാക്കിയുള്ള ഒരു സംരംഭമാണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്നുള്ളത് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുക, ആ നേരത്തെ കണ്ടുപിടിക്കുന്ന ക്യാൻസറുകളെ തൊട്ടടുത്തുള്ള ക്യാൻസർ സെൻ്ററുകളിൽ കറക്റ്റ് സമയത്ത് ചികിത്സിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തുടങ്ങുന്ന സെൻറ്റ് തോമസ് കർക്കിനോസ് ക്യാൻസർ സെൻ്ററിന് മറ്റ് ക്യാൻസർ സെൻ്ററിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആദ്യത്തെ ഒരു വ്യത്യാസം എന്നുള്ളത് നമ്മൾ ക്യാൻസറിനെ കണ്ടുപിടിക്കാനായിട്ട് ചുറ്റുപാടുമുള്ള ജനങ്ങളിലേക്ക് അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അവയർനെസ്സിൻ്റെ കൂടെ തന്നെ ജനങ്ങളിൽ മാത്രമല്ല ഡോക്ടർമാരുടെ ഇടയിലും അവയർനെസ് കൊടുക്കുക, അങ്ങനെ ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ്. രണ്ടാമതായിട്ടുള്ളത് നമുക്കറിയാമല്ലോ ക്യാൻസർ ഡയഗ്നോസിസ് എന്നുള്ളത് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പണ്ടത്തെ പോലെ ക്യാൻസർ യെസ് ഓർ നോ എന്നല്ല, ഒരു ജീനോമിക് ലെവലിൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുള്ള ഫെസിലിറ്റി ഓണറബിൾ ചീഫ് മിനിസ്റ്റർ കഴിഞ്ഞ ഫെബ്രുവരിയിൽ കൊച്ചിയിലൊരു മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ലാബ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 100 കോടി ചിലവാക്കി ഉണ്ടാക്കിയുള്ള ഒരു ലാബാണ്. അതിൻ്റെ സപ്പോർട്ടും ഇവിടെ ഉണ്ടാകും. പിന്നെ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേജിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ ഒരു ഡയഗ്നോസ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു നീജർ റിയാക്ഷൻ പോലെ RCCയിലോ മറ്റു പല സ്ഥലങ്ങളിലും ചികിത്സയ്ക്ക് പോകും. അതിന് പകരമായിട്ട് ഈ ലോക്കലായിട്ട് തന്നെ ക്യാൻസറിന് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെർച്വൽ ട്യൂമർ ബോർഡുണ്ട്. അതേമായി എല്ലാ ക്യാൻസർ പേഷ്യൻസിനെയും ഒരു 30ഓളം സ്പെഷ്യലിസ്റ്റ് ഒരുമിച്ചിരുന്നിട്ട് ഒരു തീരുമാനം എടുക്കും എന്താണ് ചികിത്സ വേണ്ടതെന്നുള്ളത്. ആ ചികിത്സ എവിടെ ചെയ്യണം എന്നുള്ളതും പ്ലാൻ ചെയ്യും. അങ്ങനെ ഈ സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ സെൻറ്റേഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് മോഡലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ ടാറ്റ പോലെ സ്ഥലത്ത് കിട്ടുന്ന ചികിത്സ ഇവിടെ തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ വേറെ ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ക്യാൻസർ ഡയഗ്നോസ് വന്നാൽ നമ്മളെല്ലാവരും പെട്ടെന്ന് തളർന്നു പോകും. അതിനു വേണ്ടിയിട്ട് നാവിഗേഷൻ എന്നുള്ള വളരെ ആവശ്യമാണ്. ഞങ്ങളുടെ ഒരു സെൻട്രൽ കോർഡിനേറ്റർ ഉണ്ട്. അത് ലോക്കലായിട്ടുള്ള നാവിഗേറ്റേഴ്സും ഈ സെൻട്രൽ കമാൻഡ് സെൻറ്ററും കൂടെ വെച്ചിട്ട് ജനങ്ങളെ ഒരു പേഷ്യൻസിനെയും ഫാമിലിയും നമ്മുടെ കൈ പിടിച്ച് എവിടെയാണ് ചികിത്സിക്കുക എന്നുള്ളതിൻ്റെയും കൂടെ കോർഡിനേറ്റ് ചെയ്യാനുള്ള സെൻട്രൽ കമാൻഡ് സെൻറ്ററിൻ്റെ സൗകര്യവും കൂടി ഉണ്ടാകും. ഇങ്ങനെയുള്ള ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ക്യാൻസർ കൺട്രോൾ പ്രോഗ്രാമാണ് സെൻറ്റ് തോമസ് കർക്കിനോസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ പ്രോഗ്രാമിന് ഐ വിഷ് ദ പ്രോഗ്രാം all the success. Thank you very much. Thank you, sir. Now, as a token of gratitude, we would like to felicitate with a memento to Dr. Pankaj Chaturvedi. I humbly request His Grace, Most Reverend Dr. Theodosius Marthoma Metropolitan, to felicitate Dr. Pankaj Chaturvedi.
I also request Tirumeni to felicitate Dr. Moni Abraham Kuriakose with a memento as a token of love and gratitude. Thank you, Tirumeni. Thank you, sir. Right Reverend Dr. Abraham Mar Paulos Episcopa, വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ചെയർമാൻ. തിരുമേനി വാക്കുകളുടെ വാഗ്മിയും അതിലുപരി ഒരു പണ്ഡിതനുമാണ്. തന്നെ വിളിച്ചത് ജനങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുവാനും തൻ്റെ സമർപ്പണം ജനങ്ങളുടെ സന്തോഷവും ദൈവത്തിൻ്റെ കൃപയുമാണെന്ന് വിശ്വസിക്കുന്ന തിരുമേനി ജനങ്ങളെ ആഴത്തിൽ അറിയുവാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും സദാ സന്നദ്ധനാണ്. തിരുമേനിയെ വളരെ ആദരവോടുകൂടി ലോഗോ സമർപ്പണത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Tirumeni. മലങ്കര മാർത്തോമ സഭയുടെ സഭാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന റവറൻ CV സൈമൺ ബഹുമാനപ്പെട്ട അച്ഛനെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ആദരണീയനായ മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി, അഭിവന്യ തിരുമേനിമാരെ, ഏറ്റവും ബഹുമാനപ്പെട്ട ധനമന്ത്രി KN ബാലഗോപാൽ, വിശിഷ്ട അതിഥികളെ, ഈ സദസ്സിനെ സമ്പന്നമാക്കിയിരിക്കുന്ന സ്നേഹിതരെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഹെൽത്ത് ഈസ് വെൽത്ത്. ആരോഗ്യമാണ് ഏറ്റവും വലിയ സ്വത്ത്. സഭയുടെ ദൗത്യം പഠിക്കുക, പ്രബോധിപ്പിക്കുക, സൗഖ്യമാക്കുക എന്ന ത്രിമാന ദൗത്യത്തിൽ സൗഖ്യദായക ശുശ്രൂഷയ്ക്ക് മലങ്കര മാർത്തോമ സുറിയാനി സഭ മുൻഗണന നൽകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് ഇന്ന് 50 വർഷം പൂർത്തിയാക്കുന്ന മാർത്തോമ മെഡിക്കൽ മിഷൻ്റെ ഈ ജൂബിലി സമ്മേളനം. ആരോഗ്യ പരിരക്ഷ ആധ്യാത്മികതയുടെ അവിഭാജ്യ ഭാഗമാണെന്ന് തിരിച്ചറിയുകയും ഗ്രാമങ്ങളിൽ വൈദ്യശുശ്രൂഷ എത്തിച്ചേരാത്ത ഇടങ്ങളിൽ ഏത് സാധാരണക്കാരുടെ ഇടയിലും ഇറങ്ങിച്ചെന്ന് അവരുടെ ആരോഗ്യ പരിപാലനം ഏറ്റവും ഉത്തമമായ ഒരു ശുശ്രൂഷയാണെന്ന് കണ്ട് തുടക്കം കുറിച്ച സഭയാണ് മാർത്തോമ സഭ. ആ സഭ ഇന്ന് ആ ദൗത്യം അഭംഗരമായി തുടരുന്നു. മനുഷ്യജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി ആശുപത്രികൾ തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇത്. ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ഹൃദ്യമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. മനുഷ്യൻ്റെ ജനനം, ജീവിതം, മരണം ഇതെല്ലാം ഇന്ന് ആശുപത്രിയോട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. പണ്ട് വീട്ടിൽ നമുക്ക് ജനിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു, വീട്ടിൽ കിടന്ന് മരിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. ഇന്ന് ജനിക്കുന്നതും മരിക്കുന്നതും മരണശേഷം കുറേ ദിവസങ്ങൾ കൂടി ആശുപത്രിയുടെ മോർച്ചറിയിൽ നമ്മൾ കിടക്കേണ്ടതും ആവശ്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി വീട് പോലെ ആശുപത്രിയും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്നു. അപ്രകാരം ഈ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നിരിക്കുന്ന ആശുപത്രി ആതുര ശുശ്രൂഷ രംഗത്തെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി അനേക ജീവിതങ്ങൾക്ക് വീണ്ടും വീണ്ടും ജീവിതം തുടരുവാനുള്ള ഒരു വലിയ സഹായമായി മാർത്തോമ സഭയിലെ ആശുപത്രികൾ അതിൻ്റെ ശുശ്രൂഷ തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് അരനൂറ്റാണ്ട് പിന്നിടുന്ന
മാർത്തോമ മെഡിക്കൽ മിഷൻ അതിൻ്റെ ജൂബിലി സമ്മേളനത്തിന് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പേരിലുള്ള അകമഴിഞ്ഞ അഭിനന്ദനം, ആശംസകൾ നേരുന്നു. തുടർന്നും നമ്മുടെ ആശുപത്രികൾ ഇന്നത്തെ സാഹചര്യത്തിൽ നിന്ന് വളർന്ന് അത് ഏറ്റവും നല്ല ഹൈടെക് മെഡിക്കൽ കെയർ യൂണിറ്റുകളായി തീരട്ടെ, എല്ലാവർക്കും ഒരുപോലെ സഹായകരമായി ശുശ്രൂഷ എത്തിച്ചു കൊടുക്കുന്ന ശുശ്രൂഷാ കേന്ദ്രങ്ങളായിട്ട് തീരട്ടെ എന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. 77 പതിറ്റാണ്ടിന് മുമ്പ് ഈ കറ്റാണം മേപ്പള്ളിക്കുറ്റിയിൽ ആരംഭിച്ച ഈ ആശുപത്രി അതിൻ്റെ ശുശ്രൂഷ യാത്രയിൽ ഓരോരോ പടവുകൾ ചവിട്ടി മുന്നോട്ട് പോകുന്നു. കാലം ചെയ്ത ജോസഫ് മാർത്തോമ മെത്രാപ്പൊലീത്ത തിരുമേനി ഈ ആശുപത്രിയെ ഒരു മെഡിക്കൽ കോളേജായി കാണാൻ സ്വപ്നം കണ്ട വ്യക്തിയാണ്. ഇന്ന് ശുശ്രൂഷ ചെയ്യുന്ന നമുക്കെല്ലാവർക്കും ചേർന്ന് അപ്രകാരമുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ഭാഗമായി ഈ ആശുപത്രി ഒരു മെഡിക്കൽ റിസർച്ച് സെൻ്ററായി വളർന്നുകൊണ്ടിരിക്കുന്നതിൽ അഭിമാനിക്കാം. ഈ ആശുപത്രിക്കും എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു അച്ഛൻ. ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഉന്നമന പ്രവർത്തനങ്ങളുടെ സാരഥി, നമ്മുടെ സെൻറ് തോമസ് മിഷൻ ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നമ്മളോടൊപ്പം നിൽക്കുന്ന ബഹുമാനിയായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ദീപ കെ മാമിനെ വളരെ സ്നേഹത്തോടുകൂടി ആശംസകൾ അർപ്പിക്കുന്നതിനായി ക്ഷണിക്കുന്നു. മാർത്തോമ മെഡിക്കൽ മിഷൻ്റെ ഈ 50ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള മോസ്റ്റ് റെഫറർ തിയോഡീഷ്യസ് മാർത്തോമ മെട്രോപൊളിറ്റൻ തിരുമേനി, ഇവിടെ നമ്മുടെ ഗോൾഡൻ ജൂബിലി ഇനാഗുറേഷൻ ചെയ്ത ഹോണബിൾ മിനിസ്റ്റർ ശ്രീ ബാലഗോപാൽ സാർ അവർ, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ക്യാൻസർ സെൻ്ററിൻ്റെ ഇനാഗുറേഷൻ നടത്തിയ നമ്മുടെ ഹോണബിൾ ഹെൽത്ത് മിനിസ്റ്റർ ശ്രീ വീണ ജോർജ് അവർ, അതുപോലെ തന്നെ നമ്മുടെ ഈ വേദിയിൽ ഇരിക്കുന്ന ഏറ്റവും വിശിഷ്ട വ്യക്തികളെ, അതുപോലെ തന്നെ ഈ സദസ്സിൽ ഇരിക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഡോക്ടേഴ്സ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ആരോഗ്യ പ്രവർത്തകർ, ഈ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന ബഹുമാന്യരെ, നമ്മുടെ ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥാപനത്തിന് ഇന്നത്തെ ഈ സായാഹ്നം വളരെയധികം സന്തോഷം വരുന്നതാണ്. നമുക്കറിയാം, ഏകദേശം ഞങ്ങളൊക്കെ ചെറുതായിട്ടിരിക്കുമ്പോൾ തന്നെ മേപ്പിളിക്കുറ്റി ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ അഭിമാനപൂർവ്വം നമ്മൾ പറയുന്നതാണ്. കാരണം ഏതോ വലിയ രോഗങ്ങൾ വരുമ്പോഴും മേപ്പിളിക്കുറ്റി ഹോസ്പിറ്റൽ ഇവിടുത്തെ ഡോക്ടേഴ്സിനെ കുറിച്ചുള്ള അന്നത്തെ ആ പേരും പ്രശസ്തിയും നമ്മൾക്ക് അന്ന് തൊട്ടേ നമ്മുടെ മനസ്സിൽ ഉണ്ടായതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ അതുപോലെ തന്നെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്ററും ഒക്കെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആരോഗ്യത്തിന് നോക്കിക്കാണാനായി സമയമില്ലാത്ത ഈ കാലഘട്ടത്തിൽ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾക്കുണ്ടാകുന്ന ഓരോ രോഗങ്ങളും കൃത്യമായി നോക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റ് നൽകുകയും കിട്ടുക എന്നത് നമ്മുടെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും വളരെ വലിയ ആവശ്യമാണ്. ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം തന്നെ സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും നമ്മുടെ ആശാ വർക്കേഴ്സ് വളരെ വലിയ പിന്തുണ നൽകിക്കൊണ്ട് നമ്മൾ ഈ ശൈലി ആപ്പ് തന്നെ നമ്മൾ എല്ലാ വീടുകൾ തോറും കയറി സർവേ എടുത്ത് അതിൻ്റെ പൂർത്തീകരണ ഘട്ടത്തിലേക്കുകയും നമ്മൾ ഈ പ്രാവശ്യം തന്നെ നമ്മുടെ പ്രൊജക്റ്റിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ നിർണയ ക്യാമ്പുകൾ തോറും എല്ലാ വാർഡുകളിലും വെച്ച് നമ്മൾ ക്യാൻസർ നിർണയ ക്യാമ്പുകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളും നമ്മുടെ പഞ്ചായത്തിൻ്റെ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നടത്തുന്ന ഈ വിധ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ കണ്ണുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായാലും അതുപോലെ തന്നെ സൈക്കാട്രി, അതുപോലെ പല പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രശസ്തിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ഇതിൻ്റെ ട്രസ്റ്റ് മാനേജ്മെൻറ്റിനോടുള്ള വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ധന്യമായ മുഹൂർത്തത്തിൽ നമ്മളെ ക്ഷണിച്ച ഈ
ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം പങ്കെടുത്തുകൊണ്ട് എല്ലാവർക്കും വളരെയധികം ആശംസ പങ്കുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, ma'am. As a token of love, I request Most Reverend Dr. Theodosius Marthoma Metropolitan to felicitate Srimati Deepa K. with a memento. Thank you, Tirumeni. Thank you, ma'am. നമ്മുടെ ബഹുമാന്യനായ വാർഡ് മെമ്പർ ശ്രീ അമൽരാജ് സാറിനെ ഈ യോഗത്തിന് ആശംസ അറിയിക്കുന്നതിനായി ക്ഷണിച്ചുകൊള്ളുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ എത്രയും ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെട്രോപൊളിറ്റൻ, ഗോൾഡൻ ജൂബിലി ഉദ്ഘാടനം ചെയ്യാനെത്തിയ കേരള ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് മിനിസ്റ്റർ എത്രയും ബഹുമാനപ്പെട്ട ശ്രീ KN ബാലഗോപാൽ അവറുകൾ, നമ്മുടെ സെൻറ്റ് തോമസ് ക്യാൻസർ സെൻറ്റർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി ശ്രീ വീണ ജോർജ് അവറുകൾ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഭയുടെയും മറ്റും പ്രധാന വിശിഷ്ട വ്യക്തികളെ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർമാരടക്കമുള്ള ഇവിടുത്തെ വിദ്യാർത്ഥികളടക്കമുള്ളവരെ, നമ്മുടെ മാർത്തോമ മെഡിക്കൽ മിഷൻ്റെ 50 വർഷം ആചരിക്കുന്ന ഒരു സന്തോഷകരമായ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ആദ്യം തന്നെ ഞാൻ ഈ സദസ്സിനോടും ഈ വേദിയോടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ മാർത്തോമ മെഡിക്കൽ മിഷൻ മാത്രമല്ല, പല സഭകളും ഇന്ത്യയുടെ ആരോഗ്യരംഗത്ത് ആധുനിക ചികിത്സയ്ക്ക് ഇത്രയധികം പ്രാധാന്യം ഉറപ്പുവരുത്തിയതിൽ മാർത്തോമ മെഡിക്കൽ മിഷൻ അടക്കമുള്ള മിഷണറിമാർക്ക് സുപ്രധാനമായ പങ്കുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നാം കാണുന്ന ഒരു പുരോഗതിയിലേക്ക് കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾ മാറിയതും അതിൻ്റെയൊക്കെ തന്നെ പ്രതിഫലനം നമ്മൾ ഓരോരുത്തരിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ കേരളം നമ്മുടെ രാജ്യത്ത് ആരോഗ്യരംഗത്ത് ഒന്നാമതാണ് എന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ അതല്ലാതെ തന്നെ നമുക്കറിയാവുന്നതാണ്. ഈ ആരോഗ്യരംഗത്ത് നമ്മുടെ കേരളത്തെ ഇത്രയധികം ഉയർത്തിയത് കേരള സർക്കാരിൻ്റെ മാത്രം പ്രവർത്തനം കൊണ്ടാണ് എന്ന് നമുക്കാർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. കാരണം കേരള സർക്കാരിനൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കേരളത്തിലെ സഹകരണ സ്വകാര്യ സ്ഥാപനങ്ങൾ കൂടി ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യരംഗം ഇത്രയധികം ഉയർച്ചയിൽ എത്തിച്ചേർന്നത്. അതിൽ ഇത്തരം സ്ഥാപനങ്ങൾക്ക് സുപ്രധാനമായ പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതോടൊപ്പം തന്നെ നമ്മുടെ ക്യാൻസർ സെൻറ്റർ എന്നിവിടെ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. നമ്മുടെ കേരളത്തിൽ ക്യാൻസർ രോഗികൾ ഉയർന്നു വരുന്നു എന്നുള്ളത് വസ്തുതാപരമായ കാര്യം തന്നെയാണ്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വൻതോതിൽ ക്യാൻസർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വസ്തുതയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത് എന്നതുകൊണ്ടാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കേരളത്തിൽ ഡയഗ്നോസ് ചെയ്ത് ഈ ക്യാൻസർ സെൽസിനെ കണ്ടെത്തുന്നു എന്നതാണ് ഈ രേഖകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ അതിനൊക്കെ എതിരെ പ്രതിരോധം തീർക്കാൻ, നമ്മുടെ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നൊക്കെ പ്രതിരോധം തീർക്കാൻ നമുക്കാകണം. അതിന് ഇത്തരം സംരംഭങ്ങൾക്ക് സാധ്യമാകണം. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു സംരംഭം തുടങ്ങി അത് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നാടിൻ്റെയും ഞങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ ഉറപ്പു നൽകിക്കൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. Thank you, sir. Now, as a token of love, I request Most Reverend Dr. Theodosius Marthoma Metropolitan to felicitate Sri Amal Raj with a memento. Thank you, Tirumeni. Last but not the least, we need to honor an eminent personality, Johnson Lucas, Chief Security Officer, BARC Mumbai. His care and love towards our organization made this project happen. I request Most Reverend Dr. Theodosius Marthoma Metropolitan to honor Johnson Lucas with a memento as a token of love and gratitude. Thank you, Tirumeni. Thank you, sir.
Now I request Reverend M.P. Solomon, Administrator, St. Thomas Group of Institution. The values, enthusiasm and guidance of Achan is imprinted in every step of St. Thomas Mission Hospital and Education Institute. I request Achan to deliver the vote of thanks. മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ അഭിവന്യ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത, അഭിവന്യ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ തിരുമേനി, അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ തിരുമേനി, വേദിയെ സമ്പന്നമാക്കുന്ന വിശിഷ്ടാതിഥികളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അഭ്യുദയകാംക്ഷികളും സ്നേഹിതരുമായ പ്രിയപ്പെട്ടവരെ, മാർത്തോമ മെഡിക്കൽ മിഷനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ അഭിമാനം പകരുന്ന ഒരു സന്ധ്യയായിരുന്നു ഇത്. പിന്നിട്ട അരനൂറ്റാണ്ട് കാലം കേരളത്തിലെ വിവിധയിടങ്ങളിൽ ആതുര ശുശ്രൂഷ രംഗത്ത് അവിസ്മരണീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഇന്നും വളരെയധികം സുദൃഢമായ രീതിയിൽ പ്രവർത്തിക്കുന്ന മെഡിക്കൽ മിഷൻ അതിൻ്റെ പ്രവർത്തന കാലയളവിൽ 50 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന വേളയായിരുന്നു. അതോടൊപ്പം തന്നെ 75 വർഷങ്ങൾ പ്രവർത്തന കാലയളവിൽ പിന്നിടുന്ന കറ്റാനം സെൻറ് തോമസ് മിഷൻ ഹോസ്പിറ്റൽ അതിൻ്റെ പ്രവർത്തന പന്ഥാവിൽ ഒരു പുതിയ കാൽവയ്പ് എന്ന നിലയിൽ ഒരു ക്യാൻസർ സെൻറ്റർ ആരംഭിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിനും ഈ സന്ധ്യ സാക്ഷ്യം വഹിക്കുകയാണ്. ദൈവരാജ്യ ശുശ്രൂഷ ആതുര ശുശ്രൂഷയിൽ അധിഷ്ഠിതമാണ് എന്നുള്ള മഹത്തായ സന്ദേശം പങ്കുവയ്ക്കുന്നതിൽ മാർത്തോമ സഭ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്നു എന്നുള്ളത് ഈ സമയത്ത് ഓർക്കുന്നു. ഈ തരുണത്തിൽ ഈ ചടങ്ങ് അനുഗ്രഹമാക്കുവാൻ ഇതിൽ വന്ന് സംബന്ധിച്ച എല്ലാ വിശിഷ്ടാതിഥികളെയും ഒരു വാക്കിൽ നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. സദാ പ്രവർത്തന നിരതമായ ജീവിതം കൊണ്ട് നമ്മളെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മെത്രാപ്പോലിത്ത തിരുമേനി ഇന്നത്തെ പകൽ മുഴുവൻ ഈ ക്യാമ്പസിലാണ് ചിലവിട്ടത്. രാവിലെ തുടങ്ങിയ മിഷൻ ബോർഡ് കൗൺസിൽ മീറ്റിംഗ്, അതിനുശേഷം പത്രസമ്മേളനം, പിന്നീട് ടാറ്റ മെമ്മോറിയൽ ക്യാൻസർ സെൻറ്ററിലെ ഡോക്ടർമാരുമായിട്ടുള്ള അഭിമുഖം, മറ്റു കാര്യങ്ങൾ. ഇത്തരത്തിൽ ഈ പ്രവർത്തനങ്ങളെയൊക്കെ വളരെയധികം പ്രതീക്ഷയോടുകൂടെ കാണുന്ന പ്രിയപ്പെട്ട തിരുമേനി മാർത്തോമ മെഡിക്കൽ മിഷന് ഒരു പുതിയ രൂപവും ഭാവവും പ്രവർത്തന ശൈലിയൊക്കെ കൈവരണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട തിരുമേനി ഇന്നത്തെ നമ്മുടെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് നമ്മുടെ യോഗത്തെ അനുഗ്രഹിച്ചു. തിരുമേനിയോടുള്ള അഗൈതവമായിട്ടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എബ്രഹാം മാർ പൗലോസ് തിരുമേനി അടൂർ ഭദ്രാസനം, കോട്ടയം കൊച്ചി ഭദ്രാസനം എന്നീ ഭദ്രാസനങ്ങളുടെ ഭാരിച്ച ചുമതല വഹിക്കുന്നു. ഒപ്പം തന്നെ കറ്റാനം സെൻറ് തോമസ് മിഷൻ ആശുപത്രിയുടെയും അനുബന്ധ സ്ഥാപനങ്ങളുടെയും ചെയർമാനായി വളരെയധികം ക്രിയാത്മകമായിട്ടുള്ള നേതൃത്വം നൽകിയാണ്. പ്രിയപ്പെട്ട തിരുമേനി ഇന്ന് ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള ലോഗോയുടെ പ്രകാശനം നിർവഹിച്ചു. തിരുമേനിയോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രിയപ്പെട്ട തോമസ് മാർ തീത്തൂസ് തിരുമേനി മലബാർ ഭദ്രാസനത്തിൻ്റെ ചുമതലയാണ്. ഒപ്പം തന്നെ ചുങ്കത്തറ മാർത്തോമ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചെയർമാനായി പ്രവർത്തിക്കുന്നു. തിരുമേനിയുടെ പ്രാരംഭ പ്രാർത്ഥനയോടുകൂടിയാണ് നമ്മുടെ യോഗം ആരംഭിച്ചത്. തിരുമേനിയുടെ നേതൃത്വം സഭയ്ക്കും സമൂഹത്തിനും വളരെയധികം സന്തോഷകരമായി ലഭിക്കുന്നു. തിരുമേനിയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ഗോൾഡൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്
കേരള സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട KN ബാലഗോപാൽ അവറുകളാണ്. അദ്ദേഹത്തിന് ഈ പ്രദേശത്തോടും ഈ ആശുപത്രിയോടുമുള്ള വൈകാരികമായ ബന്ധം പങ്കുവച്ചപ്പോൾ വാസ്തവത്തിൽ നമുക്കൊത്തിരി അഭിമാനം തോന്നുകയും നമ്മളിൽ ആരോ അടുത്ത ഒരാളായി നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം ഇന്ന് വളരെ തിരക്ക് പിടിച്ചുള്ള ദിവസമായിരുന്നെങ്കിൽ പോലും കൃത്യസമയത്ത് വന്നു ചേരാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹത്തോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ ക്യാൻസർ സെൻ്ററിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിച്ചത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും വളരെയധികം അനുഭാവപൂർവ്വം കേൾക്കുകയും പരിഗണിക്കാൻ സാധിക്കുന്നതൊക്കെ പരിഗണിക്കുകയും ചെയ്യുന്ന നമ്മുടെ വളരെ നല്ലൊരു സുഹൃത്താണ് ശ്രീമതി വീണ ജോർജ്. എന്നും നമ്മളുടെ പല കാര്യങ്ങളും പ്രിയപ്പെട്ട മിനിസ്റ്ററുടെ ശ്രദ്ധയിൽ നമ്മൾ വരുത്തി വളരെ സന്തോഷത്തോടെ അതൊക്കെ കേട്ടു. നമുക്ക് എല്ലായ്പ്പോഴും അപ്രോച്ചബിളായിട്ടുള്ള ഒരു മിനിസ്റ്ററാണ്. പ്രത്യേകമായി നമ്മുടെയൊക്കെ സന്തോഷം അറിയിക്കുകയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ പങ്കജ് ചതുർവേദി, he is the Deputy Director of Tata Memorial Cancer Center. Dr. Pankaj has graciously agreed to come and deliver the keynote address in the midst of his busy schedule. So we really honored by your presence. On behalf of Medical Mission Church, I extend our hearty gratitude. ഡോക്ടർ മോനി എബ്രഹാം കുര്യാക്കോസ് ഇവിടെ ക്യാൻസർ സെൻറ്റർ ആരംഭിക്കുന്ന പ്രാരംഭ കാലഘട്ടം മുതൽ നമ്മളോടൊപ്പം വളരെയധികം അടുത്ത് പ്രവർത്തിക്കുകയും ഇത് പ്രാവർത്തികമായി തീരുവാനായിട്ടുള്ള എല്ലാ കൈത്താങ്ങലും നൽകിയ ആളാണ്. അനേക പ്രാവശ്യം അദ്ദേഹം ഈ ആശുപത്രി സന്ദർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്നതാണ്. ഇന്ന് കാർഗിനോസ് സെൻറ്ററിനെ കുറിച്ചുള്ള പ്രസ്താവന നടത്തി സഹായിച്ചതിനുള്ള പ്രത്യേകമായിട്ടുള്ള സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട CV സൈമൺ അച്ഛൻ നമ്മുടെ സഭാ സെക്രട്ടറിയും അതുപോലെ തന്നെ മെഡിക്കൽ മിഷൻ ബോർഡിൻ്റെ ട്രഷററുമാണ്. അച്ഛൻ്റെയും എല്ലാവിധമായിട്ടുള്ള പ്രചോദനവും പ്രോത്സാഹനവും നമുക്കെന്നും ഓർമ്മിക്കത്തക്കതാണ്. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഭരണിക്കാവ് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ശ്രീമതി ദീപ കെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും എല്ലായ്പ്പോഴും താല്പര്യത്തോടുകൂടെ പങ്കെടുക്കുന്ന ആളാണ്. ഇന്ന് ആശംസകൾ അറിയിച്ച് നമ്മെ ധന്യമാക്കി ശ്രീമതി ദീപ കെ അവരോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അമൽ രാജ് നമ്മുടെ ആശുപത്രി ഉൾപ്പെടുന്ന വാർഡിൻ്റെ മെമ്പറാണ്. അദ്ദേഹം മിക്കവാറും എല്ലായ്പ്പോഴും നമ്മുടെ ആശുപത്രിയിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹകരണവും സ്നേഹവും കരുതലും സഹായവും എല്ലായ്പ്പോഴും ഓർക്കത്തക്കതാണ്. അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ വികാരി ജനറൽ വെരി റവറൻഡ് TK മാത്യു അച്ഛൻ നമ്മുടെ സെൻറ് തോമസ് HACയുടെ അംഗമാണ്. പ്രിയപ്പെട്ട അച്ഛൻ്റെ സംയോജിതമായിട്ടുള്ള ഇടപെടലും നേതൃത്വവും നമുക്ക് ഏറ്റവും അധികം പ്രയോജനകരമായി തീരുന്നു. അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. സീനിയർ വികാരി ജനറൽ ബഹുമാനപ്പെട്ട ജോർജ് മാത്യു അച്ഛൻ ഇന്നത്തെ യോഗത്തിൽ സംബന്ധിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനെയും വളരെ സന്തോഷത്തോടുകൂടെ അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. മെഡിക്കൽ മിഷൻ ബോർഡിലെ ആക്റ്റീവ് അംഗവും ഇന്ന് ഗോൾഡൻ ജൂബിലി പ്രോജക്റ്റിനെ കുറിച്ച് വളരെയധികം ഹ്രസ്വമായിട്ടും വളരെ ഭംഗിയായിട്ടും പ്രോജക്റ്റിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ചതായിട്ടുള്ള ഡോക്ടർ ജോൺ എബ്രഹാം, അദ്ദേഹത്തോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ മെഡിക്കൽ മിഷൻ ബോർഡിൽ ഉൾപ്പെട്ട വിവിധ ആശുപത്രികളുടെ അഡ്മിനിസ്ട്രേറ്റർമാരായി പ്രവർത്തിക്കുന്ന കുമ്പനാട് ബഹുമാനപ്പെട്ട തോമസ് ജോൺ അച്ഛൻ, ചുങ്കത്തറ ബഹുമാനപ്പെട്ട S ജോർജ് അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരോടുള്ള സന്തോഷം അറിയിക്കുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട അച്ഛന്മാരെയും വളരെയധികം ആദരപൂർവ്വം ഓർക്കുകയും സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട സഭാ കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ഭദ്രാസന സെക്രട്ടറി,
ഈ പ്രിയപ്പെട്ടവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേക നന്ദി പ്രിയപ്പെട്ട ജോൺസൺ ലൂക്കോസിനോട് അറിയിക്കുന്നു. അദ്ദേഹമാണ് ഈ കാർക്കിനോസ് ക്യാൻസർ സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള പ്രാരംഭ ആലോചനകൾക്കെല്ലാം നേതൃത്വം നൽകിയത്. പ്രിയപ്പെട്ട ജോൺസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഹോസ്പിറ്റൽ HAC അംഗങ്ങൾ, അതുപോലെ തന്നെ മെഡിക്കൽ മിഷൻ ബോർഡ് അംഗങ്ങൾ, മറ്റ് പ്രിയപ്പെട്ടവർ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം മാധ്യമപ്രവർത്തകരായി ഇന്നത്തെ യോഗത്തിൽ വന്ന് സംബന്ധിച്ച എല്ലാവരെയും പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഒപ്പം ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ചുക്കാൻ പിടിച്ചത് മെഡിക്കൽ മിഷൻ ബോർഡിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഷിബു സാമുവൽ അച്ഛനാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അദ്ദേഹം ഇതിൻ്റെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം തിരക്കിലായിരുന്നു. വളരെ ക്രമീകൃതമായി എല്ലാ കാര്യങ്ങളും സംഘടിപ്പിക്കുന്നതിനും എല്ലാത്തിനും നേതൃത്വം നൽകുന്നതിനും അച്ഛൻ്റെ സവിശേഷമായിട്ടുള്ള കഴിവും സാമർഥ്യവും അച്ഛൻ ഉപയോഗിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഇവിടെ സംബന്ധിക്കുന്നതായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു വാക്കിൽ നന്ദി പറയട്ടെ. ആശുപത്രിയിലെ നമ്മുടെ പ്രവർത്തകർ, ഡോക്ടേഴ്സ്, നഴ്സസ്, അതുപോലെ തന്നെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപകർ, അനധ്യാപകർ, വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിംഗ് ഇത്രയും ഭംഗിയാക്കുവാൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയൊരു കൂട്ടം ആളുകളുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ധാരാളം കാര്യങ്ങളിൽ വ്യാപൃതരായി ഇന്നത്തെ യോഗത്തെ ഭംഗിയാക്കി തീർത്ത എല്ലാ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരോടും ഒരു വാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, Achan. Now I request Very Reverend T.K. Matthew Achan for closing prayer, followed by benediction by the Most Reverend Dr. Theodosius Marthoma Metropolitan. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ, ഞങ്ങളുടെ സഭയുടെ ചുമതലയുള്ളതായ മെഡിക്കൽ മിഷൻ്റെ ബോർഡിൻ്റെ 50-ാം വർഷത്തെ ആ സുദിനത്തെ ഓർക്കുവാനും ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്ന് വന്ന് ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാനും മഹത്വം കരയേറ്റുവാനും ദൈവം തന്ന വലിയ കൃപയെ ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഈ മിഷൻ ബോർഡ് നേതൃത്വം എല്ലാവരുടെയും ഓർത്തും ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. അവിടെ പാത പിൻപറ്റിക്കൊണ്ട് ഈ കാലഘട്ടത്തിൽ സംഗതമായ ദൈവരാജ്യ ശുശ്രൂഷയുടെ ഭാഗമായ ആതുര രംഗത്തെ പ്രവർത്തിപ്പാൻ ദൈവം തമ്പുരാൻ ഞങ്ങളെ ഒരുക്കുന്ന മുഖാന്തങ്ങൾക്കായിട്ട് ഞങ്ങൾ നിന്നെ പുകഴ്ത്തുന്നു. കർത്താവെ, ഈ സമൂഹത്തുള്ളതായ ഞങ്ങളുടെ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ ആവശ്യമായ ആതുര ശുശ്രൂഷ നിർവഹിപ്പാൻ വരുംകാലങ്ങളിൽ ഞങ്ങളെ അവിടുന്ന് എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ദൈവകൃപ ധാരാളമായിട്ട് തന്ന് ഞങ്ങളൊക്കെ നടത്തിക്കൊള്ളണമേ. ഞങ്ങളെല്ലാ ആശുപത്രിയിലെയും അവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തകരെയും അവിടെയുള്ള എല്ലാ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ദൈവകൃപ വ്യാപരിപ്പിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് ഇന്ന് ഈ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായിട്ട് ആരംഭിച്ചിരിക്കുന്ന ക്യാൻസർ സെൻ്ററിൻ്റെ പ്രവർത്തനത്തെ ഓർത്ത് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു. അത് അനേകർക്കൊരു അത്താണിയായി തീരുവാനും ദൈവം ഇടയാക്കണമെന്നും അപേക്ഷിക്കുന്നു. ഇന്നത്തെ ഈ സമ്മേളനത്തിൽ വ്യാപരിച്ച ദൈവത്തെ ഓർത്ത് ഞങ്ങൾ ഇതിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങൾക്ക് നേരത്തെ അഭിനന്ദ മെത്രാപ്പൊലീത്ത തിരുമേനിക്കായി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയുടെ മകനെ തുറന്ന് പൊതിയണമേ. ഞങ്ങൾ മറ്റ് തിരുമേനിമാരുടെ മേൽ അവിടുത്തെ കൃപയുണ്ടായിരിക്കണമേ. ഇന്ന് ഈ ഒരു പ്രവർത്തനത്തിനു വേണ്ടി വിവിധ തലങ്ങളിൽ നേതൃത്വം നൽകിയ എല്ലാ നിർമ്മക്കളെയും അവിടുത്തെ കൃപയെ കർത്താവ് ശക്തീകരിക്കണമേ. ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞങ്ങളെ വിളിച്ച് നിയോഗിച്ചിരിക്കുന്നു ഓർത്തുകൊണ്ട് അവിടെ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യം ഏറ്റവും ഫലകരമായ നിലയിൽ നിർവഹിപ്പാൻ വരുംകാലങ്ങൾ ഞങ്ങൾക്ക് ഏവർക്കും ഇടയാക്കിക്കൊള്ളണമേ. വന്നിയ ഞങ്ങളെല്ലാവരും മുറ്റുമായിട്ട് അനുഗ്രഹിക്കണമേ. മഹത്വത്തിനായി ഞങ്ങളെ ഒരുക്കിക്കൊള്ളണമേ. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായിട്ടുള്ള ദൈവത്തിൻ്റെ കൃപ പ്രിയരെ നമ്മുടെ എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. താങ്ക് യു അച്ഛൻ. താങ്ക് യു തിരുമേനി.
ഇന്നത്തെ യോഗത്തിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ദ്രാവിഡ ഉത്കള വംഗാ വിന്ധ്യ ഹിമാചല യമുനാ ഗംഗാ ഉജ്ജല ജലധി തരംഗാ तव शुभ नामे जागे तव शुभ आशीष मागे गाहे तव जय गाथा जन गण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे. Now we come to an end of the official meeting. Thank you.